ബൈബിൾ സർവേയിൽ നമ്മൾ യോശുവയുടെ പുസ്തകത്തിലാണ് നിൽക്കുന്നത്. യോശുവയുടെ പുസ്തകം 3 ഭാഗങ്ങളായിട്ട് തിരിച്ച് ആദ്യത്തെ ഒരു ഭാഗത്തിൻ്റെ പഠനം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തീർക്കുകയുണ്ടായി. 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിലാണ് എങ്ങനെയാണ് വീണ്ടെടുക്കപ്പെട്ട ജനം വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിച്ചത് എന്ന് നമ്മൾ കണ്ടത്. 6 മുതൽ 12 വരെയുള്ള അധ്യായത്തിൽ അവരെ ദേശത്തേക്ക് പ്രവേശിച്ചെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ജനത്തെ, ജാതികളെ ജയിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ കാര്യമാണ് നമ്മൾ 12-ാം അധ്യായം വരെ വായിക്കുന്നത്. വീണ്ടും 13 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലാണ് അവർ ആ സ്ഥലത്തെ കൈവശപ്പെടുത്തുന്നത്, അവകാശപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകത്തെ തിരിച്ചിരിക്കുന്നതെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ. 1 മുതൽ 5 വരെ, 6 മുതൽ 12 വരെ, 13 മുതൽ 24 വരെ പ്രവേശിക്കുന്നു, ജയിക്കുന്നു, കൈവശപ്പെടുത്തുന്നു. എൻറ്ററിങ്, ഓവർകമ്മിങ്, ഓക്കുപ്പയിങ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് കാണുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം നമ്മൾ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തിയത് ഗിൽഗാലിൽ വെച്ച് അവരുടെ നിന്ന നീക്കിക്കളഞ്ഞതും പരിച്ഛേദന ചെയ്യാതിരുന്ന എല്ലാ മക്കളെയും പരിച്ഛേദന ചെയ്തതുമായ കാര്യമാണ്. 6-ാം അധ്യായം മുതലുള്ളത് ഇന്ന് നമുക്ക് പരിശോധിക്കാം. 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് എരിഹോ മതിൽ വീഴുന്ന കാര്യമാണ്. ഇത് പലപ്പോഴും നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളതായതുകൊണ്ട് ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോട് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മതിൽ വീഴുന്നതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് യോശുവ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി അവർ അനുവർത്തിച്ചപ്പോൾ അത് വീഴുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവം പറഞ്ഞത് അതേപോലെ തന്നെ ചെയ്യണം, അതിലൊന്നും വിട്ടുകളയരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. യോശുവ അത് പ്രത്യേകം ജനതയോട് പറയുന്നുണ്ട്. ഓരോ സന്ദർഭങ്ങളിലും ഓരോ സ്റ്റെപ്പിലും എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്. ആദ്യത്തെ പ്രാവശ്യം 1 പ്രാവശ്യം ചുറ്റിയാൽ മതി, പിന്നെ 7 പ്രാവശ്യം ചുറ്റണം, ചിലപ്പോൾ ആർപ്പിടണം, ചിലപ്പോൾ ആർപ്പിടണ്ട. ഇങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മൾ വായിച്ചാൽ മനസ്സിലാകാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരുപാട് ആഴത്തിലത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ടില്ല. അവരെ അങ്ങനെ വിടുവിച്ച് കഴിഞ്ഞപ്പോൾ, ഈ മതിലെല്ലാം വീണ് കഴിഞ്ഞപ്പോൾ രാഹാബിനെയും കുടുംബത്തെയും പ്രത്യേകം രക്ഷിച്ചു എന്നുള്ള കാര്യവും നമ്മൾ ഓർത്തിരിക്കണം. 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം, 7 പുരോഹിതന്മാർ യഹോവയുടെ പെട്ടകത്തിന്റെ മുമ്പിൽ ആട്ടുകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ച് കാഹളം ഊതിക്കൊണ്ട് നടന്നു. ആയുധപാണികൾ അവരുടെ മുമ്പിൽ നടന്നു. ശേഷമുള്ള കൂട്ടം യഹോവയുടെ പെട്ടകത്തിന്റെ പിന്നാലെ നടന്നു. ഇങ്ങനെ അവർ കാഹളം ഊതിക്കൊണ്ട് നടന്നു. 2-ാം ദിവസം അവർ പട്ടണത്തെ 1 പ്രാവശ്യം ചുറ്റിയിട്ട് പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. ഇങ്ങനെ അവർ 6 ദിവസം ചെയ്തു. 7-ാം ദിവസമോ അവർ അധികാലത്ത് അരുണോദയത്തിൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. 7-ാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം ഊതിയപ്പോൾ യോശുവ ജനത്തോട് പറഞ്ഞത് എന്തെന്നാൽ, ആർപ്പിടുവിൻ, യഹോവ പട്ടണം നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശബദാർപ്പിതമായിരിക്കുന്നു. എങ്കിലും രാഹാബ് എന്ന വേശ്യ നാം അയച്ച ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ അവളും അവളോടുകൂടെ വീട്ടിലുള്ള എല്ലാവരും ജീവനോടിരിക്കട്ടെ. 25-ാം വാക്യം, എരിഹോവിനെ ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ, യെരിഹോവിനെ ഒറ്റുനോക്കുവാൻ അയച്ച ദൂതന്മാരെ രാഹാബ് എന്ന വേശ്യ ഒളിപ്പിച്ചതുകൊണ്ട് യോശുവ അവളെയും അവളുടെ പ്രതിഭവനത്തെയും അവൾക്കുള്ള സകലത്തെയും ജീവനോടെ രക്ഷിച്ചു. അവൾ ഇന്നുവരെയും ഇസ്രായേലിൽ പാർക്കുന്നു. ജീവനോടെ രക്ഷിച്ചു എന്ന പ്രയോഗമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവളെ ജീവനോടെ ഇരിക്കട്ടെ, ജീവനോടെ രക്ഷിക്കുക. അപ്പം ഒരു ന്യായവിധി വരുന്ന സമയത്ത് ദൈവത്തിൻ്റെ കൃപ വെളിപ്പെടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ജീവൻ വ്യാപരിക്കുവാൻ, മരിച്ചു പോകാൻ ഇടയാകാതെ ജീവൻ വ്യാപരിക്കുവാൻ, ജീവനോടെ രക്ഷിക്കുവാൻ ദൈവം ശ്രദ്ധിക്കുന്നു എന്നുള്ള കാര്യമാണ്. 6-27 നമ്മൾ നേരത്തെ വായിച്ചതാണ്. അങ്ങനെ യഹോവ യോശുവയോട് കൂടെ ഉണ്ടായിരുന്നു, അവൻ്റെ കീർത്തി ദേശത്തെല്ലായിടവും പരന്നു. അപ്പം എരിഹോ മതിൽ വളരെ വലിയൊരു മതിലായിരുന്നെങ്കിലും, ഒരു വലിയ ഭീഷണി പോലെ അവരുടെ മുമ്പിൽ നിന്നിരുന്നതായിരുന്നെങ്കിലും, ദൈവം പറഞ്ഞതനുസരിച്ച് അതിന് ചുറ്റും അവരൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ദൈവം പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്തപ്പോൾ അവരതിനെ ചുറ്റി നടക്കുകയും ആർപ്പിടുകയും ചെയ്തപ്പോൾ മതിൽ വീഴുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ജനത്തിന് സുഖമായിട്ട് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് കഴിഞ്ഞു. അങ്ങനെയാണ് അവർ ജയത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, ജയത്തിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പ് ഇപ്പോൾ ആയിട്ടുള്ളൂ. 1-ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, പട്ടണം മതിൽ വീണു, അവർക്ക് പട്ടണത്തിനകത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് ചാൻസ് കിട്ടി. അപ്പോൾ അതിനകത്ത് ഇനി ജീവിച്ചിരിക്കുന്ന ആളുകളും മറ്റു പല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർക്കണം. അതിനൊക്കെ ഇനി ജയിക്കാനായിട്ടുണ്ട്. ഇതെല്ലാം ജയിച്ചതിന് ശേഷം വേണം കൈവശപ്പെടുത്താനായിട്ട്. 12-ാം അധ്യായം വരെയും ആ പ്രക്രിയ ഇങ്ങനെ തുടരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഒരുപക്ഷേ അതിൽ എളുപ്പമുള്ളത് ഇങ്ങനെ മതിലിടിച്ചിടുന്നതും ആളുകളെ തീവച്ച് ചുട്ടുകളയുന്നതും അതെല്ലാം നീക്കിക്കളയുന്നതൊക്കെയാണ്. എന്നാൽ വിഷമം പിടിച്ച ഒരു കാര്യം 7-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. 7-ാം അധ്യായത്തിലെ വിഷയം എല്ലാവർക്കും തന്നെ അറിയുമായിരിക്കും. 1-ാം വാക്യം,
എന്നാൽ ഇസ്രായേൽ മക്കൾ ശബദാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരു അകൃത്യം ചെയ്തു. യഹൂദ ഗോത്രത്തിൽ സേരഹിന്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ ശബദാർപ്പിത വസ്തുവിൽ ചിലത് എടുത്തു. യഹോവയുടെ കോപം ഇസ്രായേൽ മക്കളുടെ നേരെ ജ്വലിച്ചു. 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് അവിടെയുള്ള എല്ലാ വസ്തുക്കളും ഈ പട്ടണവും അതിലുള്ളതൊക്കെയും യഹോവയ്ക്ക് ശബദാർപ്പിതമായിരിക്കുന്നു. അതിനെ മുഴുവൻ ചുട്ടുകളയണം, നശിപ്പിച്ച് കളയണം. അതിലൊന്നും സേവ് ചെയ്യാൻ പാടില്ല. ഒന്നും നമ്മൾ ജീവനോടെ അല്ലെങ്കിൽ അത് നമുക്ക് ഉപയോഗത്തിനായിട്ട് എടുക്കാൻ പാടില്ല. അതിനെ മുഴുവനും നശിപ്പിച്ച് കളയണം എന്നുള്ളത് ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ ആയിരുന്നു. പക്ഷേ ഒരാൾ എന്ത് ചെയ്തു? ഒരു അകൃത്യം ഉണ്ട്, വളരെ കൃത്യമായിട്ട് ഒരു അകൃത്യം ചെയ്തു. എന്നാൽ ഇസ്രായേൽ മക്കൾ ശബദാർപ്പിത വസ്തു സംബന്ധിച്ച് ഒരാൾ ഒരകൃത്യം ചെയ്തു. 1 man 1 transgression. ഒരു ചെറിയ പ്രശ്നമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ദൈവം അത് ചെറിയൊരു പ്രശ്നമായിട്ടാണോ കണ്ടത്? നമ്മൾ ചെറുതായിട്ട് കാണുന്ന പലതും ദൈവം ചെറുതായിട്ടല്ല കാണുന്നത്, ദൈവം വലുതായിട്ടാണ് കാണുന്നത്. ഒരാൾ, അപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിന് ആളുകൾ പോയ കൂട്ടത്തിൽ ഒന്ന് ചിന്തിച്ച് നോക്കണേ, ലക്ഷക്കണക്കിന് പോകുന്ന കൂട്ടത്തിൽ ഒരാൾ ഒരു ചെറിയ അകൃത്യം ചെയ്തു എന്ന് വെച്ച് ഇത്രയും ദൈവം ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതാണ് ദൈവം, അതാണ് ദൈവത്തിൻ്റെ വിശുദ്ധി. ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞാൽ ദൈവം ഗോഡ് ബിസിനസ് ഈസ് ബിസിനസ്. ദൈവം ഒരു കാര്യം പറഞ്ഞാൽ ദൈവം തമാശയ്ക്ക് പറയുന്നതല്ല, അതിനകത്ത് പിന്നെ മോഡറേഷൻ ഒന്നുമില്ല. നമ്മൾ ഈ മോഡറേഷൻ പഠിച്ചു പോയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ. ഇപ്പോൾ തോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിള്ളേർ തോറ്റെന്ന് പറയുമ്പോൾ ഇതെങ്ങനെ തോറ്റോന്നാണ് നമ്മളിപ്പോൾ അത്ഭുതപ്പെടുന്നത്. കാരണം മോഡറേഷൻ കൊടുത്തും വെറുതെ മാർക്ക് ഇട്ട് കൊടുത്തുമൊക്കെ പിള്ളേരെ ജയിപ്പിച്ച് വിടുന്നത് കൊണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ അടുത്ത് ആ പരിപാടി നടക്കില്ല. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞാൽ ചെയ്യരുത്. അതോ ഒരാൾക്കും ചെയ്യാൻ പാടില്ല, ഒരു കാര്യത്തിലും ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ അച്ചട്ട കാര്യമാണെന്നുള്ള കാര്യം ഓർക്കുക. എന്നാൽ അതേക്കുറിച്ച് ജനം ഒട്ടും ബോധവാന്മാരാകുന്നില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് മറ്റേത് വിട്ടത്. നിങ്ങൾ ഓർത്തിപ്പം മതിലിടിച്ചിടുന്നത് സാർ ഒത്തിരി പറയുമായിരിക്കുമെന്ന്. അതൊത്തിരി പറയേണ്ട കാര്യമല്ല. അവിടെ തീ വെച്ച് ചുട്ടുകളെ അതൊക്കെ ദൈവം പറയുന്ന പോലെ നമ്മളങ്ങ് ചെയ്യുകയാണെങ്കിൽ മതിലൊക്കെ ഇടിഞ്ഞും. പാട്ടുകാരൻ അതാ പറഞ്ഞത്, എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും ഞാൻ വീഴുന്നത് എരുതിയിലാണെങ്കിലും അവിടെ ഒന്നും നമുക്ക് ഭയപ്പെടാനില്ല. കാരണം ദൈവം നമ്മളെ സഹായിക്കാൻ ജയം തരാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവം നമ്മളെ ആ കാര്യത്തിൽ സഹായിക്കും. അവൻ്റെ സാന്നിധ്യം നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷെ നമ്മൾ ദൈവത്തെ അനുസരിക്കാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിലാണ് പലപ്പോഴും വീഴ്ച വരുന്നത്. അവിടെയാണ് ദൈവം പരാജയപ്പെട്ടു പോകുന്നത്. അല്ലെങ്കിൽ ദൈവം പരാജയപ്പെടുന്നില്ല, ദൈവത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് 2-ാം വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ, യോശുവ എരിഹോവിൽ നിന്ന് അടുത്തതായിട്ട് എങ്ങോട്ട് പോയി? ഹായി പിടിക്കാനായിട്ട് അല്ലേ? ബഥേലിന് കിഴക്ക് ഹായി, ബഥോവൻ്റെ സമീപത്തുള്ള ഹായിലേക്ക് ആളുകളെ അയച്ചു. അവരോട് ചെന്ന് ദേശം ഒറ്റുനോക്കുവീനെന്ന് പറഞ്ഞു. അപ്പോൾ നേരത്തെ ചെയ്ത പരിപാടി തന്നെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ദേശം ഒറ്റുനോക്കി ആളുകളെ അയച്ചതുപോലെ ഇവിടെ ഒറ്റുനോക്കാൻ ആളുകളെ അയച്ചു. പക്ഷേ എന്ത് സംഭവിച്ചു? 4-ാം വാക്യം. അങ്ങനെ ജനത്തിൽ ഏകദേശം 3000 പേർ അവിടേക്ക് പോയി. എന്നാൽ അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ 3000 പേര് മാത്രം പോയത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരൊരു വിലയിരുത്തൽ നടത്തി. എല്ലാവരും പോകേണ്ട ആവശ്യമില്ല. അപ്പം അവർ തന്നെ എടുക്കുകയാണ് തീരുമാനം. ഒരാൾ ചെയ്ത പാപത്തിൻ്റെ ഫലമായിട്ടാണ് കണ്ടത്. ഇപ്പോൾ ആരും ദൈവത്തോടൊന്നും ചോദിക്കുന്നില്ല. എന്നിട്ട് ഞങ്ങൾ കുറച്ച് പേര് പോയാൽ മതി, ചെറിയ പട്ടണമാണ് എന്നവർ തീരുമാനിച്ച് അവർ തന്നെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ എന്ത് സംഭവിച്ചു? അവർ ഹായി പട്ടണക്കാരുടെ മുമ്പിൽ തോറ്റോടി. അപ്പോൾ എന്ത് സംഭവിച്ചു? അതുകൊണ്ട് ജനത്തിൻ്റെ ഹൃദയം ഉരുകി. 5-ാം വാക്യം. ഹായി പട്ടണക്കാർ അവരിൽ 36ഓളം പേരെ കൊന്നു. അവരെ പട്ടണവാതിക്കൽ തുടങ്ങി ശെഭാരിം വരെ പിന്തുടർന്നു മലഞ്ചെരിവിൽ വെച്ച് അവരെ തോൽപ്പിച്ചു. അതുകൊണ്ട് ജനത്തിന്റെ ഹൃദയം ഉരുകി വെള്ളം പോലെ ആയിത്തീർന്നു. ഹൃദയം ഉരുകി വെള്ളം പോലെ ആയിത്തീർന്നു. അപ്പോൾ അവരുടെ പ്രതിനിധിയായിട്ടുള്ള യോശുവ വസ്ത്രം കീറി യഹോവയുടെ പെട്ടകത്തിൻ്റെ മുമ്പിൽ അവനും ഇസ്രായേൽ മൂപ്പന്മാരും തലയിൽ മണ്ണ് വാരിയിട്ടുകൊണ്ട് സന്ധ്യ വരെ സാഷ്ടാംഗം വീണ്, അയ്യോ കർത്താവായ യഹോവയെ ഞങ്ങളെ നശിപ്പിപ്പാൻ എക്സെട്ര. അപ്പം ദൈവത്തിൻ്റെ മറുപടി എന്തായിരുന്നു എന്നറിയാവോ? ദൈവത്തിൻ്റെ മറുപടി എന്തായിരുന്നു? 10-ാം വാക്യം. യഹോവ യോശുവയോട് അരുളി ചെയ്ത്, എഴുന്നേൽക്കുക, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്ന എന്തിന്? ഇത് നിങ്ങൾ കുഴപ്പം ചെയ്തേച്ച് എന്തിനാ വന്ന് വീണ് കിടക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളെ പലപ്പോഴും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ ഇത്. എന്താണ് എന്നെല്ലാം നമ്മൾ തന്നെ എല്ലാ സംഗതികളും കുഴപ്പമാക്കിയിട്ട് അവസാനം ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി സാഷ്ടാംഗം വീണ് കിടന്ന് 3 ദിവസം ഉപവാസമൊക്കെ വെച്ച്, എൻ്റെ ദൈവമേ നീ എന്തായി ചെയ്തത്? ദൈവം തിരിച്ചു ചോദിക്കും, നീ എന്നാ ചെയ്തതെന്ന്. ദൈവം ഏതാണ്ട് വലിയ കുഴപ്പം ചെയ്ത പോലെയാണ് നമ്മളവിടെ പോയി. ഇനി ദൈവത്തെ മാനസാന്തരപ്പെടുത്താൻ വേണ്ടിയാണ് 3 ദിവസം പട്ടിണി സമരമൊക്കെ ചെയ്ത് ഇതെന്ത് പണിയായി കാണിച്ചത്? അത് നിനക്ക് മനസ്സലിയുന്നത് വരെ ഞാൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണ്, അതല്ലാതെ ഞാൻ എഴുന്നേൽക്കുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ദൈവം തിരിച്ചു ചോദിച്ചത് എന്താണെന്ന് അറിയാമോ? എഴുന്നേൽക്കാം. വഴക്ക് പറയുന്ന പോലെ ദൈവം പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ, എഴുന്നേൽക്ക,
നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടക്കുന്നത് എന്തിന്? ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശബ്ദാർപ്പിതം എടുത്തിരിക്കുന്നു. അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. അപ്പോൾ ശാപം, ഞാൻ വായിച്ച വാക്യം കണ്ടില്ലേ, 12-ാം വാക്യം. 12-ാം വാക്യത്തിലാണ് ശാപം നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കാതിരുന്നാൽ ഞാൻ നിങ്ങളോടുകൂടെ ഇരിക്കുകയില്ല. 13-ാം വാക്യത്തിൽ പറഞ്ഞു, നീ എഴുന്നേറ്റ് ജനത്തെ ശുദ്ധീകരിച്ച് അവരോട് പറയുക, നാളത്തേക്ക് നിങ്ങളെ തന്നെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം 3-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതാണ്, ഈ വഴിയായിട്ട് നിങ്ങൾ ഇതിനു മുമ്പ് വളരെയധികം പോയിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുക. ദൈവം നാളെ നിങ്ങളുടെ ഇടയിൽ ഒരു അതിശയം അപ്പോൾ ദൈവം അതിശയം പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നേരം സാഷ്ടാംഗം കിടക്കുന്നൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ തന്നെ ശുദ്ധീകരിക്കണം. പലപ്പോഴും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാതെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതെ ദൈവം ഏതാണ്ട് കുഴപ്പം ചെയ്തെന്നുള്ള മട്ടിൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി സാഷ്ടാംഗം വീണ് കിടന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് യോശുവയെ ദൈവം വഴക്ക് പറഞ്ഞു, എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു. എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു, അവൻ യഹോവയുടെ നിയമം ലംഘിച്ച് വഷളത്വം പ്രവർത്തിച്ചിരിക്കുന്നു. പക്ഷേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നേരത്തെ വായിച്ച 1-ാം വാക്യം ഓർക്കുന്നുണ്ടെങ്കിൽ, ഒരാൾ ഒരു ചെറിയ അകൃത്യമാണ് ചെയ്തത്. ഇത്രയും വലിയൊരു ജനത്തെ നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഒരാളൊരു ചെറിയ കുഴപ്പം. ഇപ്പം ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വലിയ പാസ്റ്റർ എന്നോട് പറഞ്ഞു, സാറൊക്കെ ഇങ്ങനെ അതിവിശുദ്ധിയൊക്കെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സഭയിൽ 4-ഉം 3-ഉം 7 പേരേ ഉണ്ടായിരിക്കുള്ളൂ. ആയിരക്കണക്കിന് ആളുകളൊക്കെ വരുമ്പം, അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞ അദ്ദേഹം, ഞാനും ഭാര്യയും കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങളുടെ വീട് വളരെ വിശുദ്ധിയും വെടിപ്പും ഒക്കെ ഉള്ളതായി. ഒരു 5-8 മക്കളായപ്പോഴത്തേക്ക്, കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നിരിക്കുന്നു, 5-8 മക്കളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പോയാൽ പത്രം എപ്പോഴും കിടക്കും. അതെടുത്ത് വെക്കാൻ അടുക്കളയിൽ വന്ന പാത്രം അവിടെ എവിടെയും കിടക്കും. ബെഡ്റൂമിൽ ഒരിക്കലും കാര്യങ്ങൾ കുറച്ച് കഴിയുമ്പോൾ സാറിനും മനസ്സിലായിക്കോളൂ എന്ന് പറഞ്ഞു. ആശയം മനസ്സിലായിക്കോണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആളുകളൊക്കെ കൂടുമ്പം കുറച്ച് അശുദ്ധിയും പാപവും അലങ്കോലവും ഒക്കെ സഭയിലൊക്കെ ഉണ്ടാകും. കോംപ്രമൈസ് അത് നമുക്ക് അങ്ങ് കണ്ണടയ്ക്കാം. പക്ഷെ ദൈവം കണ്ണടയ്ക്കുന്നില്ല എന്നുള്ള കാര്യം. കാരണം ഈ ലക്ഷക്കണക്കിന് ആളുകൾ, ഇത് എത്ര പേരുണ്ട്? 10-25 ലക്ഷം പേരുണ്ട്. എത്ര പേര് പാപം ചെയ്തു? എന്തുമാത്രം ഒരു കാര്യമായ അലങ്കോലം ആരും അറിഞ്ഞു പോലുമില്ല. നേതാവ് ഉൾപ്പെടെ, മൂപ്പന്മാരുൾപ്പെടെ ആരും അറിയാത്ത തരത്തിൽ വളരെ രഹസ്യമായി, അല്ല 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ എല്ലാവരും അവർക്കുള്ള സാധനങ്ങളൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്ക് കൊണ്ടുവച്ചു. വളരെ ഭയങ്കര അന്യഭാഷയും ആരാധനയും പ്രവചനവും രോഗശാന്തിയും ഒക്കെ നടക്കുമ്പോൾ ഒരാൾ, അല്ലേ, ഒരു അനന്യാസും ഒരു സഫീറയും സാധനങ്ങളൊക്കെ വിറ്റേച്ച് പരിശുദ്ധാത്മാവിനോട് എന്ത് കാണിച്ചു? വ്യാജം കാണിച്ചു. ഡിഡ് ഗോഡ് ടേക്ക് ഇറ്റ് സീരിയസ്ലി? ദൈവം അത് ഗൗരവമായിട്ട് എടുത്തോ? തീർച്ചയായിട്ടും. പഴയ നിയമത്തിലും എടുത്തു, പുതിയ നിയമത്തിലും ഗൗരവമായിട്ട് എടുത്തു. അതുകൊണ്ട് നമ്മളും ഇത് ഗൗരവമായിട്ട് എടുക്കണം. അത് ആൾ കൂടിയത് കൊണ്ടല്ലേ ഇങ്ങനെ എല്ലാവർക്കും ഒത്തിരിയൊക്കെ വരുമ്പോൾ ഇത്രയൊക്കെ സംഭവിക്കും എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിൽ വില പോവുകയില്ല. നമ്മൾ പറയുന്ന ഏത് ചെറിയ വാക്കിനും ചെയ്യുന്ന ഏത് കാര്യത്തിനും ദൈവമാണെങ്കിൽ അതിനെല്ലാം കൃത്യതയോടുകൂടിയ കണക്കുകളും ദൈവത്തിന് കൃത്യതയോടുകൂടിയ നോട്ടങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നോഹയൊക്കെ ചെയ്ത കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നോഹ എങ്ങനെ ചെയ്തു? അങ്ങനെ തന്നെ ദൈവം പറഞ്ഞതുപോലെ അങ്ങനെ തന്നെ ചെയ്തു. യോശുവ ദൈവം പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. മോശ ദൈവം പറഞ്ഞതുപോലെ തന്നെ അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ ദൈവം എന്ത് പറഞ്ഞു അതങ്ങനെ തന്നെ ചെയ്യാനായിട്ട്, അത് പലർക്കും പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലായെന്നിരിക്കുകയല്ല, പക്ഷെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ്. അത് ഇപ്പോൾ നമുക്ക് പിന്നെയുള്ളൊരു ഗുണം, അല്ലെങ്കിൽ നമുക്ക് ഒരു ആനുകൂല്യം എന്ന് പറയുന്നത്, എന്നിട്ട് ഇപ്പം ഞങ്ങളുടെ സഭയിൽ ഇതിനേക്കാൾ വലിയ കുഴപ്പമൊക്കെ ചെയ്തിട്ട് ഒരു അനന്യാസിനേക്കാൾ വെട്ടുന്ന ആളുകൾ ഞങ്ങളുടെ സഭയിലുണ്ടായിട്ട് ദൈവം ഇടപെട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടിരിക്കുന്നതെങ്കിൽ, അത് നമുക്ക് സഭാപ്രസംഗിയിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. 8:11 എല്ലാവർക്കും അറിയാമായിരിക്കും. ദുഷ്പ്രവൃത്തികൾക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായികയാൽ മനുഷ്യൻ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. കണ്ടോ, തൽക്ഷണം നടക്കായികയാൽ ദോഷം ചെയ്യാൻ ധൈര്യപ്പെടുന്നു. ഒരു ലൈനും കൂടെ ഉണ്ട്, വിട്ട് കളഞ്ഞില്ലെങ്കിൽ ഒരു ലൈനും കൂടെ ഉണ്ടല്ലോ. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. ചിലപ്പോൾ അങ്ങനെയൊക്കെ 100 പ്രാവശ്യം തെറ്റ് ചെയ്തിട്ടും രക്ഷപ്പെട്ട് ഇരിപ്പുണ്ടായിരിക്കും. പക്ഷെ അതുകൊണ്ട് അവരെന്നേക്കും രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട. ദൈവം ഈ കാര്യങ്ങളെല്ലാം വെളിച്ചത്താക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്നും കൂടി അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം ദൈവം അറിയുന്നുണ്ടെന്നും
ദൈവത്തിൻ്റെ അടുക്കൽ ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയുകയില്ലെന്നും എല്ലാം അവൻ്റെ മുമ്പിൽ നഗ്നവും മലർന്നതുമായിരിക്കുന്നു, അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളതെന്നും ഓർത്തുകൊള്ളണം. ചിലപ്പോൾ ഇത് പറയുമ്പോൾ ചില ആളുകൾ ചോദിക്കുമ്പോൾ അവർക്കൊന്നും ദൈവത്തെ പേടിയില്ല എന്നൊക്കെ ചോദിക്കും, ഇങ്ങനെ തെറ്റൊക്കെ ചെയ്യുന്ന ആളോട്. ദൈവത്തെ പേടിയില്ലെന്ന് ചോദിച്ചാൽ ആദ്യമൊക്കെ ചെയ്തു നോക്കും, കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടാൽ പിന്നെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു മനുഷ്യ പ്രകൃതമാണ്. പക്ഷേ ദൈവം ഇതിനെല്ലാം നമ്മൾ പറഞ്ഞ ഏത് നിസ്സാര വാക്കിനും ഏത് ചെറിയ കാര്യത്തിനും അവനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതൊരു ജനറൽ പ്രിൻസിപ്പിൾ ഞാൻ പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ സംഭവിച്ച കാര്യം നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കണം. 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. 7-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു, ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുള്ള എൻ്റെ നിയമം അവർ ലംഘിച്ചിരിക്കുന്നു. അവർ ശപഥാർപ്പിതം എടുത്തിരിക്കുന്നു, അവർ മോഷ്ടിച്ച് മറവ് ചെയ്ത് തങ്ങളുടെ സാമാനങ്ങൾക്കിടയിൽ അത് വെച്ചിരിക്കുന്നു. ഇത് ഏതാണ്ട് ആദാമിൻ്റെ കാലഘട്ടത്തിൽ ഏദൻ തോട്ടത്തിൽ സംഭവിച്ചതിന് സമാനമായിട്ടുള്ളൊരു കാര്യമാണ് ആഖാൻ. പേര് തമ്മിലൊരു സാമ്യമുണ്ട്, ആദാമും ആഖാനും ചെയ്തതെന്നുള്ള കാര്യം ഓർക്കുന്നത് നല്ലതാണ്. ഇവിടെ നമ്മൾ വായിച്ചത് പാപം ചെയ്തിരിക്കുന്നു, അല്ലേ, ലംഘിച്ചിരിക്കുന്നു, അവരെ എടുത്തിരിക്കുന്നു, മറവ് ചെയ്തിരിക്കുന്നു. ഇത് തന്നെയാണ് ആദാമിനും ഹവ്വായിക്കും പറ്റിയത്. അവർ ലംഘിച്ചു ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ഒരു ഇഷ്ടത്തെ. ഇവിടെയും ഒരു ന്യായപ്രമാണത്തിൻ്റെ വകുപ്പിനെ അല്ല അവർ ലംഘിച്ചത്. ഇവിടെ അല്ല ന്യായപ്രമാണത്തെയാണോ ലംഘിച്ചത്? ന്യായപ്രമാണത്തെ അല്ല ലംഘിച്ചത്. അല്ല, ഏദൻ തോട്ടത്തിൽ ന്യായപ്രമാണം ഇല്ലായിരുന്നല്ലോ. അപ്പോൾ എന്താണ് സിന്നെന്ന് പറയുന്നത്? നമ്മൾ സിന്ന് പഠിക്കുമ്പം ഇതും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. വയലേറ്റിംഗ് എ റിവീൽഡ് വിൽ ഓഫ് ഗോഡ്. ദൈവം വെളിപ്പെടുത്തിയ ഒരു കാര്യം, ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞ ഒരു കാര്യം, അത് എഴുതി തരണമെന്നൊന്നും നിർബന്ധമില്ല. ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം അത് ഉദ്ദേശിക്കുന്നുണ്ട്, അത് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വെളിപ്പെടുത്തപ്പെട്ട ഇച്ഛയെ ധിക്കരിക്കുന്നതാണ് പാപമെന്ന് പറയുന്നത്. ആദാമും അതാ ചെയ്തത്, ഇവിടെ ആഖാനും അത് തന്നെയാണ് ചെയ്തത്. ഗോഡ് റിവീൽ ദാറ്റ് ദിസ് ഈസ് റോങ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് ദൈവം വെളിപ്പെടുത്തിയിരുന്നു. ദൈവത്തിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന കാര്യം ആദാമിനോടും ഹവ്വായോടും വെളിപ്പെടുത്തിയിരുന്നു. ഇവിടെ യോശുവയോടും മൂപ്പന്മാരോടും വെളിപ്പെടുത്തിയിരുന്നു. സോ വാട്ട് ഈസ് സിൻ? വയലേറ്റിംഗ് എ റിവീൽഡ് വിൽ ഓഫ് ഗോഡ്. ദൈവം വെളിപ്പെടുത്തി, ഏത് തരത്തിൽ വെളിപ്പെടുത്തിയാലും കുഴപ്പമില്ല. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? വചനത്തിൽ കൂടി തന്നെ വെളിപ്പെടുത്തിയിരിക്കണമെന്ന് നിർബന്ധമില്ല. ദൈവം തെറ്റാണ്, ചെയ്യാൻ പാടില്ല എന്ന് ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും നമ്മളെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിവിടെ എഴുതപ്പെട്ട ഒരു ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ അല്ല ലംഘിച്ചത്. ഏതെങ്കിലും തോട്ടത്തിലും അങ്ങനെയല്ല നടന്നതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ കൽപ്പന, ചിലരങ്ങനെ ഒരു വ്യാഖ്യാനം പാപത്തിന് കൊണ്ടുവരാറുണ്ട്. കൽപ്പന ലംഘിക്കുന്നതാണ് പാപം. അപ്പോൾ കൽപ്പന എഴുതി തന്നിട്ടുണ്ട്, ആ കൽപ്പന അല്ലാത്തത് എന്ത് ചെയ്താലും കുഴപ്പമില്ല. നമുക്ക് പാപത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അത് കൂടുതൽ അപഗ്രഥിക്കാവുന്നതാണ്. ഏതാണെങ്കിലും ഇവിടെ രണ്ടും എഴുതപ്പെട്ട ന്യായപ്രമാണം അല്ല ലംഘിക്കപ്പെട്ടതെന്നുള്ള കാര്യം ഒന്ന് ഓർക്കേണ്ടതാണ്. 20-21 വാക്യം കൂടെ വായിക്കാം. 7-ാം അധ്യായത്തിൻ്റെ 20-21 വാക്യങ്ങൾ. ആഖാൻ യോശുവയോട്, അതായത് ആഖാനെ പിടിച്ചു, ഈ കള്ളത്തരം ചെയ്ത ആള്. 16-ാം വാക്യം മുതൽ വായിക്കുകയാണെങ്കിൽ യോശുവ അധികാലത്ത് എഴുന്നേറ്റ് ഗോത്രമായി ഈ പരിപാടിയൊക്കെ നടത്തുന്നതിന് മുമ്പ് തന്നെ വാസ്തവത്തിൽ ആഖാൻ എന്ത് ചെയ്യാമായിരുന്നു? ചില ആളുകൾ ചിലപ്പോൾ അങ്ങനെ ഒരു സംശയം ഉയർത്തിയെന്ന് വരാം. കാരണം ഒരു ഒരു തെറ്റ് ചെയ്തു, ദൈവം അത് പറഞ്ഞു, എന്നാൽ പിന്നെ കല്ലെറിഞ്ഞൊക്കെ ഇവനെ കൊന്ന് ഇത്ര വലിയൊരു വേണമായിരുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അല്ല, ഇവിടെ ഈ ഗോത്രമായിട്ടൊക്കെ അധികാലത്തെ പിടിക്കൽ തുടങ്ങിയ സമയത്ത് തന്നെ ഈ ആഖാൻ എന്ത് ചെയ്യാമായിരുന്നു? എന്ത് ചെയ്യായിരുന്നു? തൻ്റെ ലംഘനങ്ങളെ മറയ്ക്കുന്നവന് ശുഭം. കാരണം ഇവിടെ മറവ് ചെയ്തെന്നാണ് പറഞ്ഞത്, സാമാനങ്ങൾക്കിടയിൽ. അപ്പോൾ പുള്ളിക്കാരൻ അപ്പോഴും വിചാരിക്കുന്നത് പിടിക്കപ്പെടുകയല്ല, ഇത് മറച്ചു വെച്ചാൽ അവിടെ ഇരുന്നോളും എന്ന്. അതുകൊണ്ടാണ് അനന്യാസ് പിടിക്കപ്പെട്ടിട്ടും സഫീറ എന്ന് പറയുന്നത് എന്താണ്? പിടിക്കപ്പെട്ടു എന്നുള്ളത് അറിയുന്നില്ലെന്നുള്ളത് ശരിയാ. അവർ രണ്ടുപേരിലും നേരില്ലാതായിപ്പോയി. രണ്ടുപേരും അത് വെളിപ്പെടുത്താനായിട്ട് സന്നദ്ധരായില്ല. അതുകൊണ്ട് രണ്ടുപേരും ഒരേ വഴിക്ക് തന്നെ പോകേണ്ടതായിട്ട് വന്നുപോയി എന്നുള്ള കാര്യം അറിയുക. അനന്യാസയും സഫീറയും കുറിച്ച് പറയുമ്പോൾ ഞാനൊരു നല്ല കാര്യം കൂടി പറയാറുണ്ട്, അത് ഓർത്തിരുന്നത് നല്ലതാണ്. എന്തൊരൈക്യം അല്ലേ? പക്ഷെ അത് നല്ല കാര്യത്തിനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇത് ചീത്ത കാര്യത്തിനായി പോയതുകൊണ്ടാണ് പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞാൽ പണി മേടിക്കേണ്ടി വന്നത്. അതുകൊണ്ട് നമുക്ക് ആത്മീയമായിട്ട് ഇങ്ങനെ ഒരു ഐക്യതയിൽ നിൽക്കാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കയ്യിൽ നമുക്ക് എത്രയൊക്കെ അനുഗ്രഹങ്ങൾ മേടിക്കാനായിട്ട് സാധിക്കും. അപ്പം തല പോയിട്ടും രണ്ടുപേരും ഐക്യത വിട്ട് കളഞ്ഞില്ല എന്നുള്ളത് നല്ലൊരു ഗുണപാഠം അതിനകത്തുനിന്ന് പഠിക്കാനുണ്ടെന്നുള്ള കാര്യം ഓർപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. കള്ളത്തരത്തിന് വേണ്ടി അല്ല കേട്ടോ, നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് ഐക്യതയോടെ നിൽക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏതാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇങ്ങനെ ഓരോരോ കുടുംബം കുലമായിട്ടൊക്കെ ഇങ്ങനെ ഗോത്രമായിട്ടൊക്കെ ചീട്ടിടാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അനുതാപമോ ഹൃദയത്തിലൊരു ദുഃഖമോ ഉണ്ടായിരുന്നെങ്കിൽ ആഖാൻ എന്ത് പറയേണ്ടതായിരുന്നു? യോശുവ ഇത്രയൊന്നും
നിങ്ങൾ പൂരിപ്പിക്കുന്നില്ല. യോശുവ ഇത്രയ്ക്കൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇത് ഞാൻ തന്നെയാണ് ആള്. എൻ്റെ കൂടാരത്തിനകത്ത് സാധനം ഇരിപ്പുണ്ട്, ഈ ജനത്തെയൊക്കെ വെറുതെ വിട്ടേരെ, ഐ എം ഹിയർ. പക്ഷെ അത് അദ്ദേഹം പറയുന്നില്ല. നമ്മൾ വായിച്ചു നോക്കിയാൽ പിടിക്കപ്പെട്ടു 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 എന്നാണ്. ഇപ്പോൾ ദൈവം തന്നെയാണ് ഇത് കണ്ട് പിടിക്കുന്നതെന്നുള്ള കാര്യം ഓർക്കുക. എല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോഴാണ്, കണ്ടോ 18-19 യഹൂദ ഗോത്രത്തിൽ സേരഹിൻ്റെ മകനായ സബ്ദിയുടെ മകനായ കർമ്മിയുടെ മകൻ ആഖാൻ പിടിക്കപ്പെട്ടു. യോശുവ ആഖാനോട്, മകനെ, ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവനോട് ഏറ്റുപറയുക, നീ എന്ത് ചെയ്തു എന്ന് പറയുക, എന്നോട് മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നിർബന്ധിച്ച് കഴിഞ്ഞ് നമ്മുടെ ആദാമും ഇത് തന്നെയാണ് ചെയ്തത്. ആദാമിനും എന്ത് ചെയ്യാമായിരുന്നു? ഒന്ന് ചിന്തിച്ച് നോക്കി, ആദാമിന് എന്ത് ചെയ്യാമായിരുന്നു? ഏറ്റു പറയാമായിരുന്നു. ഏറ്റു പറഞ്ഞ് ദൈവമേ പറ്റിപ്പോയി, ഈ കാരണക്കാരി ഭാര്യയാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, പറ്റിപ്പോയി എന്നും പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാമായിരുന്നു. പക്ഷെ അതിന് പകരം പുള്ളിക്കാരൻ എന്താ ചെയ്തത്? ഒളിച്ചിരുന്നു. എന്നിട്ട് ദൈവം വന്ന് ആദാമേ നീ എവിടെയെന്ന് വിളിച്ചിട്ടും ആദ്യമൊന്നും വിളി കേട്ട് കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ പ്രാവശ്യം വിളിച്ചിട്ട് നീ എവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഒളിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞത്. സെയിം തിങ്, ഇതൊരു പാരലുണ്ട് ഇതിനകത്ത്. എന്നിട്ട് 20-21 നമുക്ക് വരാം. ആഖാൻ യോശുവയോട്, ഞാൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ പിഴച്ച് ഇന്നത് ചെയ്തിരിക്കുന്നു സത്യം. ഞാൻ കൊള്ളയുടെ കൂട്ടത്തിൽ വിശേഷമായൊരു ബാബിലോണ് മേലങ്കിയും 200 ശെക്കൽ വെള്ളിയും 50 ശെക്കൽ തൂക്കമുള്ള ഒരു പൊൻകട്ടിയും കണ്ടു, മോഹിച്ചു, എടുത്തു. ഞാനത് 3 പദങ്ങളും ഊന്നിയാണ് പറയാറ്. കണ്ടു, മോഹിച്ചു, എടുത്തു. സാധാരണ വായിക്കുന്ന ആളിൽ കണ്ടു മോഹിച്ചെടുത്തു എന്നാണ് വായിക്കാറ്. ഇന്നിപ്പോൾ സാജൻ അങ്ങനെയല്ല വായിച്ചത്. സ്തോത്രം. കണ്ടു, മോഹിച്ചു, എടുത്തു. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാ. ഹൗവായിക്ക് പറ്റിയത് തന്നെ. കണ്ടു, മോഹിച്ചു, എടുത്തു. അതൊരു പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമല്ല. കണ്ടു, ആ കണ്ടതിനെക്കുറിച്ച് കുറേ നേരം ചിന്തിച്ചു. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. മോഹങ്ങൾ ആണ് നമ്മളെ, യാക്കോബിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, മോഹം ഗർഭം ധരിച്ച് പാപത്തെ മോഹം ഉണ്ടാക്കുന്നത് കാഴ്ചയാണ്. കണ്ടപ്പോഴാണ് മോഹം ഉണ്ടായത്. ആ മോഹം നമ്മളെ ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയി കണ്ടു, മോഹിച്ചു, എടുത്തു. അപ്പോൾ ഈ പാപത്തിനിങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോഗ്രഷൻ ഉണ്ടെന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞത്, കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം. കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം. കണ്ടു, മോഹിച്ചു, എടുത്തു. ഉൽപ്പത്തി 3:6 നിങ്ങളെടുത്ത് വായിക്കുകയാണെങ്കിൽ ഹവ്വായും പറയുന്നത് അത് തന്നെയാണ്. അത് കാണാൻ നല്ലത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. അപ്പം അത് കണ്ടപ്പോൾ കാണാൻ ഭംഗിയുള്ളതാണ്. അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ മോഹമുണ്ടായപ്പോൾ തിന്നാൻ നല്ലതാണ്. പിന്നെയും അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം. അപ്പോഴാണത് പറിച്ച് തിന്നാനായിട്ട് ഇടയായി തീർന്നത്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ്. ലോകം ജഡം പിശാച്, കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം. കണ്ടു, മോഹിച്ചു, എടുത്തു. കാണാൻ നല്ലത്, തിന്മാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ പാപത്തിൻ്റെ തൃത്വം എന്ന് വേണമെങ്കിൽ പറയാം. പാപം 3 തരത്തിൽ ഇങ്ങനെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കാണേണ്ടത് കാണുക, വേണ്ടാത്തതൊക്കെ കാണാതിരിക്കുക. കണ്ടാലും നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകരുത്? മോഹം ഉണ്ടാകരുത്. മോഹങ്ങൾ ജനിക്കുമാറ് ജഡത്തിനായി ചിന്തിക്കരുത്. ക്രിസ്തുവിനെ തന്നെ ധരിച്ചിരിക്കണം. മോഹം ഗർഭം ധരിച്ചിട്ട് പാപത്തെ പെറുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ. പിന്നീട് കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ യേശുക്രിസ്തുവിൻ്റെ അടുക്കലും ഈ 3 കാര്യങ്ങളാണ് വന്നത്. തിന്നുക, ചാടുക, നമസ്കരിക്കുക. അല്ലേ? 3 പരീക്ഷണങ്ങളാണ്, പ്രലോഭനങ്ങളാണ് യേശുവിൻ്റെ മുമ്പിലും വന്നത്. തിന്നാൻ നല്ലത്, ഇപ്പം നിനക്ക് തിന്നാനില്ല, അപ്പോൾ തിന്നാൻ നല്ലത്. രണ്ടാമത്തെ കാര്യം പറഞ്ഞത്, ഇപ്പം നിനക്കൊരു അത്ഭുതം പ്രവർത്തിക്കണം, അതുകൊണ്ട് ചാടുക. മൂന്നാമത്തെ കാര്യം പറഞ്ഞത്, എന്നെ ഒന്ന് നമസ്കരിക്കുക. അപ്പോൾ ഇതെല്ലാം ഒരു ട്രിനിറ്റിയാണെന്ന് ഓർക്കുക. ഇതിൽ യേശുവാണ് ഇതിനെയെല്ലാം അതിജീവിച്ചത്. തിന്നുമില്ല, ചാടിയുമില്ല, നമസ്കരിച്ചുമില്ല. ദൈവത്തിൻ്റെ വചനത്തിൽ അധിഷ്ഠിതമായിട്ട് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ യേശു ജയിച്ചു എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് ഇതുപോലത്തെ പ്രലോഭനങ്ങൾ നമ്മുടെയും അടുക്കൽ വരുമ്പോൾ നാം അതിൽ വീഴരുത്. മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി ചിന്തിക്കരുത്. നോക്കേണ്ടത്, കണ്ണ് ശരീരത്തിൻ്റെ വിളക്കാണ്. അതുകൊണ്ട് കാണേണ്ട കാര്യങ്ങൾ കാണണം, വേണ്ടാത്തതൊന്നും കാണരുത്. മോഹങ്ങൾ ജനിക്കാൻ ഇടയാകരുത്. അതുപോലെ തന്നെ നമുക്കത് കണ്ട് മോഹിച്ച് എടുക്കാനും ഇടയാകരുത്. അതെടുത്ത് നമ്മുടേതാക്കി കഴിയുമ്പോൾ ഇത് ദാവീദിനൊക്കെ പറ്റിയ കാര്യം അതാ. കണ്ടു, മോഹിച്ചു, എടുത്തു. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്താ പറ്റിയത്? കണ്ടു, കാണാൻ പോയതാണ് ആ കുഴപ്പമുണ്ടാക്കിയത്. കണ്ടപ്പോൾ ഉള്ളിൽ എന്തുണ്ടായി? മോഹം ഉണ്ടായി. അപ്പോൾ അത് എടുക്കണമെന്ന് തോന്നി, എടുത്തു. പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വേറെ ഒരുപാട് കുഴപ്പങ്ങൾ പുറകെ ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൺമോഹം ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം, ഇത് 3 മനുഷ്യനെ അപകടത്തിലാക്കുന്നതാണ്. അതാണ് ഇവിടെ
വചനം നമുക്ക് നന്നായിട്ട് പഠിപ്പിച്ചു തരുന്നു എന്നുള്ള കാര്യം മനസ്സിൽ ധരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഈ കാര്യം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ എട്ടാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, അനന്തരം യഹോവ യോശുവയോട് അരുളി ചെയ്തത്, ഭയപ്പെടരുത്, വിഷാദിക്കുകയും അരുത്. പടജനത്തെയൊക്കെയും കൂട്ടി പുറപ്പെട്ട് ഹായിലേക്ക് ചെല്ലുക. ഞാൻ ഹായി രാജാവിനെയും അവന്റെ ജനത്തെയും പട്ടണത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. യെരിഹോവിനോടും അതിന്റെ രാജാവിനോടും ചെയ്തതുപോലെ നീ ഹായിയോടും അതിന്റെ രാജാവിനോടും ചെയ്യണം. എന്നാൽ അതിലെ കൊള്ളയെയും കന്നുകാലികളെയും നിങ്ങൾക്ക് എടുത്തുകൊള്ളാം. എന്നാൽ രണ്ട് സമയത്ത് 2 തരത്തിലെ ദൈവം ഇടപെടുന്നു എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. യെരിഹോവിനെ പിടിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അതിലുള്ള ഒന്നും എടുക്കരുത്. പക്ഷെ ഇപ്പൊ പറയുന്നത് ഇവർക്ക് ആഗ്രഹം ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ദൈവം പറയാണ് എടുത്തോളാൻ. ഇതിലുള്ളതൊക്കെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? എടുത്തോ, കുഴപ്പം. അപ്പോൾ ദൈവത്തിൻ്റെ അനുവാദത്തോടെ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു വ്യത്യാസം. അപ്പോൾ ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൃത്യമായിട്ട്, ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഇവർ ധരിച്ച് കാണും കഴിഞ്ഞ പ്രാവശ്യമൊന്നും എടുക്കാൻ പാടില്ലാഞ്ഞുകൊണ്ട് ഈ പ്രാവശ്യവും എടുക്കരുതായിരിക്കും. അങ്ങനെ ഒരു പരിപാടി നമ്മുടെ ദൈവത്തിനില്ല എന്നുള്ള കാര്യം ഒരു ജനറൽ പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഈ പ്രാവശ്യവും അങ്ങനെയല്ല. ഓരോ പ്രാവശ്യവും, അതാണ് നമ്മൾ മോശയെക്കുറിച്ചൊക്കെ കാണുന്നത്, ഓരോ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം പോലെ അല്ല, പുതിയതായിട്ട് ദൈവത്തോട് ചോദിച്ച് എപ്പോഴും ദൈവത്തിൻ്റെ ആലോചന അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ ഇനി ഒറ്റയടിക്ക് നമുക്ക് നോക്കാം. 8 മുതൽ 12 വരെ ആണ് ഇപ്പോൾ പ്രധാനപ്പെട്ട 2 സ്റ്റെപ്പുകൾ കഴിഞ്ഞതുകൊണ്ട് കോൺക്വസ്റ്റ് ഓഫ് ദ ലാൻഡ്, അല്ലെങ്കിൽ ഈ അവർ പ്രവേശിച്ച സ്ഥലത്ത് മതിലിടിഞ്ഞ് വീണു, അവർക്കുണ്ടായ പരാജയത്തെ അവർ അതിജീവിച്ചു. ഇനി ആ ദേശത്തുള്ള ബാക്കി എല്ലാ ജാതികളെയും നീക്കിക്കളഞ്ഞിട്ട് അവരതിനെ ജയിച്ച് അവരുടേതാക്കി മാറ്റാനായിട്ടുള്ള പ്രക്രിയയിലേക്ക് പ്രവേശിക്കുന്നതും അവരത് അക്കംപ്ലിഷ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് 8-ാം അധ്യായം മുതൽ 12-ാം അധ്യായം വരെ പറഞ്ഞിരിക്കുന്നത്. അത് ഓരോ അധ്യായം എടുക്കേണ്ട ആവശ്യമില്ല, അത് നിങ്ങൾക്ക് വായിക്കുമ്പോൾ അറിയാം. അത് ഒറ്റ യൂണിറ്റാണ്. ആ ഇത് ഇത്രയും പ്രത്യേകം എടുത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ അധ്യായത്തിലൊക്കെ ഓരോ പ്രത്യേക സംഭവങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത് കിടക്കുന്നത് കൊണ്ടാണ് നമ്മൾ 7-ാം അധ്യായം വരെ എവറി ചാപ്റ്റർ ഇങ്ങനെ നോക്കുകയും ഞാൻ ചിലതൊക്കെ പറയുകയും ചെയ്തത്. എന്നാൽ 8 മുതൽ 12 വരെയുള്ള അധ്യായങ്ങൾ എടുക്കുമ്പോൾ നമുക്കതൊരു ഒറ്റ യൂണിറ്റായിട്ട് തന്നെ എടുക്കാം. ഞാൻ ചില വാക്യങ്ങൾ 8-ാം അധ്യായത്തിൽ നിന്ന് വായിപ്പിക്കുന്നു. 31-ാം വാക്യം, 8:31. യഹോവയുടെ ദാസനായ മോശെ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെയും ചെത്തുകയോ ഇരുമ്പ് തൊടുവിക്കുകയോ ചെയ്യാത്ത കല്ലുകൊണ്ടുള്ള യാഗപീഠം തന്നെ അവർ അതിന്മേൽ യഹോവയ്ക്ക് ഹോമയാഗങ്ങളും സമാധാന യാഗങ്ങളും അർപ്പിച്ചു. മോശ എഴുതിയിരുന്ന ന്യായപ്രമാണത്തിന്റെ ഒരു പകർപ്പ് അവൻ അവിടെ ഇസ്രായേൽ മക്കൾ കാണുകെ ആ കല്ലുകളിൽ എഴുതി. എല്ലാ ഇസ്രായേലും അവരുടെ മൂപ്പന്മാരും പ്രമാണികളും ന്യായാധിപന്മാരും യഹോവയുടെ നിയമപ്പെട്ടകം ചുമന്ന ലേവ്യരായ പുരോഹിതന്മാരുടെ മുൻപാകെ സ്വദേശിയും പരദേശിയും ഒരുപോലെ പെട്ടകത്തിന് ഇപ്പുറത്തും അപ്പുറത്തും നിന്നു. അവരിൽ പകുതി പേര് ഗരിസീം പർവ്വതത്തിന്റെ വശത്തും പകുതി പേര് ഏബാൽ പർവ്വതത്തിന്റെ വശത്തും നിന്നു. അവർ ഇസ്രായേൽ ജനത്തെ അനുഗ്രഹിക്കണമെന്ന് യഹോവയുടെ ദാസനായ മോശെ മുമ്പേ കൽപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ കൽപ്പിച്ചിരുന്നത് പോലെ അവർ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ലാസ്റ്റത്തെ വാക്യം 35-ാം വാക്യം വായിക്കുകയാണെങ്കിൽ, മോശ കൽപ്പിച്ച സകലത്തിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഇസ്രായേൽ സഭ മുഴുവനും അവരോട് കൂടെ വന്നിരുന്ന പരദേശികളും കേൾക്കെ യോശുവ മോശ കൽപ്പിച്ച സകലത്തിലും യാതൊന്നും വായിക്കാതെ വിട്ടുകളഞ്ഞില്ല. അപ്പം എല്ലാം എഴുതി വെച്ചു, എല്ലാം വായിച്ച് കേൾപ്പിച്ചു, എന്നിട്ട് ഇതെല്ലാം അനുസരിക്കാൻ അവർ തീരുമാനിച്ചു. അപ്പോൾ അതൊരു പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിലൊന്നും വിട്ടുകളഞ്ഞില്ല, എല്ലാം എഴുതി വെച്ചു, എല്ലാം വായിച്ച് കേൾപ്പിച്ചു, എല്ലാം അനുസരിക്കാനായിട്ട് അവർ തീരുമാനിച്ചു. അതൊരു മാനസാന്തരത്തിൻ്റെ ലക്ഷണമാണ്. നേരത്തെ ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്യാം എന്നൊക്കെ അവർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അവർക്ക് മാനസാന്തരം വന്നു. അങ്ങനെ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് ഒന്നും വായിക്കാതെ വിട്ടില്ല, ഒന്നും എഴുതി വെക്കാതിരുന്നില്ല, എല്ലാം വായിക്കുകയും എല്ലാം എഴുതി വയ്ക്കുകയും എല്ലാം അനുഷ്ഠിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? 10-ാം അധ്യായത്തിൻ്റെ 40 മുതലുള്ള വാക്യങ്ങൾ, 10:40. ഇങ്ങനെ യോശുവ മലനാട്, തെക്കേദേശം, താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. അപ്പോൾ അതൊരു കൺസൈസ് റിപ്പോർട്ടാണ്. ഈ മുമ്പിലുള്ള അധ്യായങ്ങളിൽ നടന്ന കാര്യങ്ങളെല്ലാം കൂടെ ചുരുക്കി ഏറ്റവും ഭംഗിയായിട്ട് ഒരു സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുകയാണ്. യോശുവ മലനാട്, തെക്കേദേശം, താഴ്വീതി, മലഞ്ചെരിവുകൾ എന്നിങ്ങനെയുള്ള ദേശമൊക്കെയും അവിടങ്ങളിലെ സകല രാജാക്കന്മാരെയും ജയിച്ചടക്കി. വായിക്കാം. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിച്ചതുപോലെ അവൻ ഒരുത്തനെയും ശേഷിപ്പിക്കാതെ സകല ജീവികളെയും നിർമൂലമാക്കി. അപ്പൊ ഇപ്പൊ ഒരു മര്യാദ പഠിച്ചല്ലേ, ഒന്നിനെയും ശേഷിപ്പിക്കാതെ എല്ലാവരെയും നിർമൂലമാക്കി. ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു. ഓക്കെ. യോശുവ കാദേശ് ബർണ മുതൽ
ഗസ വരെയും ഗിബയോൻ വരെയും ഗോശേൻ ദേശം ഒക്കെയും ജയിച്ചടക്കി. ഒക്കെയും ജയിച്ചടക്കി. ഈ രാജാക്കന്മാരെ ഒക്കെയും അവരുടെ ദേശത്തെയും യോശുവ ഒരേ സമയത്ത് പിടിച്ചു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയായിരുന്നു ഇസ്രായേലിനു വേണ്ടി യുദ്ധം ചെയ്തത്. ഇപ്പൊ ആ സെന്റൻസ് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ചോദിച്ചേനെ ഈ രാജാക്കന്മാരെയും അവരുടെ ദേശത്തെ ഒരേ സമയത്ത് എങ്ങനെയാണ് പിടിച്ചതെന്ന് ചോദിക്കുകയില്ലായിരുന്നെന്ന് ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. വെരി ഡിഫിക്കൽട്ട്. എല്ലാവരും ഒരേ സമയത്ത് പിടിക്കാനൊക്കെ പാടാ. പക്ഷെ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്തിരുന്നത് കൊണ്ട് എല്ലാവരും ഒരേ സമയത്ത് തന്നെ ഒറ്റയടിക്ക് നശിച്ചു പോവുകയും ദൈവത്തിൻ്റെ ജയം അവിടെ അവരെ ആഘോഷിക്കുകയും ചെയ്യുന്ന നമുക്ക് കാണാം. പിന്നെ യോശുവയും എല്ലാ ഇസ്രായേലും ഗിൽഗാലിൽ പാളയത്തിലേക്ക് മടങ്ങിപ്പോന്നു. 12:1 ഇസ്രായേൽ മക്കൾ യോർദാനക്കര കിഴക്ക് അർണോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ ആരാബ് മുഴുവനും കൈവശമാക്കുകയാൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവരാകുന്നു. അപ്പം നിങ്ങൾക്ക് ആരെയൊക്കെയാണ് യോശുവ തോൽപ്പിച്ചതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? 12-ാം അധ്യായം താഴോട്ട് വീട്ടിൽ പോയി ഒന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കണം. കാരണം അവിടെ പറഞ്ഞിരിക്കുകയാണ് സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവർ ആകുന്നു. എന്നിട്ട് താഴെ നമുക്ക് വായിക്കാൻ ഇഷ്ടമില്ലാത്തതും നമ്മുടെ നാക്ക് വളയാത്തതുമായ കുറേ പേരുകളും സ്ഥലത്തിൻ്റെ പേരുകളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാക്ക് വളച്ചൊന്ന് വായിച്ച് പഠിച്ചാൽ ഇതൊക്കെയാണ് അവർ നീക്കിക്കളഞ്ഞ രാജാക്കന്മാരെന്നുള്ളത്. ക്ലാസ്സിൽ അതിനുവേണ്ടി സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ വായിപ്പിക്കാത്തത്. സോ ദി ചാപ്റ്റർ 12 കണ്ടെയ്ൻസ് എ ലിസ്റ്റ് ഓഫ് ഓൾ ദ ഡിഫറെൻറ്റ് കിങ്സ് റിമൂവ്ഡ് ബൈ യോശുവ നീക്കിക്കളഞ്ഞ വ്യത്യസ്ത രാജാക്കന്മാരുടെ ഒരു പട്ടികയാണ്. 24-ാം വാക്യം. തിർസ രാജാവ് 1, ആകെ 31 രാജാക്കന്മാർ. അത് നമുക്കതിൽ മനസ്സിലായി. ആകെ എത്ര പേരെ നീക്കിക്കളഞ്ഞു? 31. ആകെ 31 രാജാക്കന്മാരെ നീക്കിക്കളഞ്ഞു. 31 പേരുടെയും പേരുണ്ടോ എന്ന് എണ്ണി നോക്കണം കേട്ടോ. ഇപ്പോൾ ഈ അധ്യായത്തിനകത്ത് നീക്കിക്കളഞ്ഞ 31 ആളുകളുടെയും പേരും വിവരങ്ങളും എല്ലാം വളരെ കൃത്യമായിട്ട്. ഇച്ചിരി പുറകോട്ട് പോയിട്ട് 11:23, 11-ന്റെ അവസാനത്തെ വാക്യം. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഒക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രം വിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. അപ്പം ഇപ്പോഴാണ് യുദ്ധം തീർന്ന്. വാസ്തവത്തിൽ 11-ന്റെ അവസാനം വായിച്ചിട്ട് 12 വായിക്കേണ്ടതല്ലായിരുന്നോ നിങ്ങളിപ്പോൾ ചോദിക്കും. ഞാനത് തിരിച്ച് വായിപ്പിച്ചതാ. കാരണം യുദ്ധം തീർന്ന് ദേശത്തിന് സ്വസ്ഥത വന്നു. ആരെയൊക്കെയാണ് തോൽപ്പിച്ചതെന്ന് ചോദിച്ചാൽ 31 രാജാക്കന്മാരെ. അവരാരൊക്കെയാണെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ 12-ാം അധ്യായം വായിച്ചാൽ കിട്ടും. അപ്പോൾ 8 മുതൽ 12 വരെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെയാണ് വ്യത്യസ്ത രാജാക്കന്മാരെയും ജാതികളെയും നീക്കിക്കളഞ്ഞ് മോശയോട് കൽപ്പിച്ചതുപോലെയാണ്. ഇപ്പോൾ പുതിയ കൽപ്പനയൊന്നുമില്ല. പണ്ട് മോശയോട് കൽപ്പിച്ചതുപോലെ 23-ാം വാക്യം ഒന്ന് നോക്കിയാട്ടെ. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ, അല്ലാതെ ഇപ്പോൾ പുതിയ കൽപ്പനയൊന്നും യോശുവയ്ക്ക് കൊടുത്തിട്ടില്ല. ഈ ദേശത്തെക്കുറിച്ചും ഇവിടുന്ന് നീക്കിക്കളയേണ്ടതിനെക്കുറിച്ചും അവകാശം കൊടുക്കേണ്ടതിനെക്കുറിച്ചും ഒക്കെ ദൈവം മോശയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മോശ ജനത്തോടും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രകാരം മുഴുവൻ പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്ര വിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്ന് ദേശത്തിന് സ്വസ്ഥത വന്നു. അപ്പോൾ നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പ്രവേശിക്കാമല്ലോ. 13 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഈ അവകാശം രാജാക്കന്മാരെയൊക്കെ നീക്കിക്കളഞ്ഞ് ഇപ്പോൾ കംപ്ലീറ്റ് ആരുടെ കൺട്രോളിലായി? ഇസ്രായേലിൻ്റെ കൺട്രോളിലായി. ദേ ഗോട്ട്. ഇപ്പോഴാണ് വാസ്തവത്തിൽ അവർക്ക് എന്ത് കിട്ടിയത്? വാഗ്ദത്ത നാട് കിട്ടിയത്. ഇതുവരെ ഇതൊരു മരീചിക, ഇതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയായിരുന്നു. ബട്ട് നൗ ദേ ഹാവ് കം ടു ദ റിയാലിറ്റി. യാഥാർത്ഥ്യത്തിലേക്ക് വന്നു. ശത്രുക്കളെയെല്ലാം നീക്കിക്കളഞ്ഞു, മതിലിടിഞ്ഞു വീണു. ഇപ്പോൾ ദേശം മുഴുവനും അവരുടെ സ്വന്തമായിട്ട് അവരുടെ മുമ്പിൽ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് ഇതിനെയും അവകാശം വീതിക്കുന്നതിനായിട്ട് തീരുമാനിക്കുക ചെയ്യുന്നത്. പിന്നെ ഓരോ അധ്യായത്തിലെയും വിഷയങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ 9-ാം അധ്യായത്തിൽ ശത്രുക്കൾ പ്രയോഗിച്ച ഒരു തന്ത്രം കിടപ്പുണ്ട്. അത് നിങ്ങൾ പിന്നീട് വായിക്കണം. ഗിബിയോന്യർ, ഞാനിപ്പോൾ അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. 10-ാം അധ്യായത്തിൽ ഒരു അലൈസ്, പല രാജാക്കന്മാർ ചേർന്ന് യോശുവയ്ക്കെതിരെ ഉണ്ടാക്കിയ ഒരു കൂട്ടുകെട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ സെൽഫ് സ്റ്റഡിക്ക് ഞാൻ വിടുകയാണ്. അതിനെല്ലാം നീക്കിക്കളഞ്ഞ് തകർത്താണ് ഇപ്പോൾ യോശുവ യുദ്ധമൊക്കെ തീർത്ത് ദേശത്തിന് സ്വസ്ഥത വരുത്തി എല്ലാ ശത്രുക്കളെയും മാറ്റി ഇത് അവകാശം വീതിക്കാൻ പാകത്തിന് കാര്യങ്ങൾ ക്രമീകരിച്ചെടുത്തത്. അപ്പം ദൈവം തീർച്ചയായിട്ടും പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഇസ്രായേൽ മക്കൾക്ക് ചെയ്തു കൊടുത്തു എന്നുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഇത് വീതിക്കണ്ടേ? ഈ സ്ഥലം വീതിക്കണ്ടേ? ഇപ്പം എല്ലാവരും ഇസ്രായേൽ മക്കളാണെങ്കിൽ ഭയങ്കര ഉത്സാഹത്തിലിരിക്കുക, നിങ്ങളാണെങ്കിൽ ഉറങ്ങിയിരിക്കുക. അവരാണെങ്കിൽ ഇങ്ങനെ തിളച്ച് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇനി വേണം ഇതൊന്ന് വീതം വെച്ചിട്ട്
നമുക്ക് പുൽമേടുകളും താഴ്വരകളും ഓരോന്നൊക്കെ പിടിച്ചെടുക്കാനായിട്ട് അവരെല്ലാം തിളച്ചു. പക്ഷേ അങ്ങനെ ഓരോരുത്തർ ഓരോന്നിൻ്റെ മേൽ കണ്ണൊക്കെ വെച്ച് കാണും. എനിക്ക് ആ ഭാഗം വേണം, ഈ ഭാഗം വേണം. അപ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് 10 സെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ അതെ, ഓരോരുത്തർക്ക് 5 സെൻറ്റ് 10 സെൻറ്റൊക്കെ ഉണ്ടെന്ന് പറയുകയായിരുന്നെങ്കിൽ നമുക്കൊരു ഉത്സാഹം വന്നേനെ ഒന്ന്. ഇതിപ്പോൾ ഇസ്രായേൽ മക്കൾക്കല്ലേ കിട്ടുന്നത്, നമ്മളെന്തിനാ ഉത്സാഹിച്ചിട്ട് കാര്യമെന്നും പറഞ്ഞാണ് ആളുകൾ ഇരിക്കുന്നത്. ഏതാണെങ്കിലും അവർക്ക് ഭയങ്കര ഉത്സാഹം. ഇനി വേണം ഇതൊന്ന് കൈവശപ്പെടുത്തി ഓക്കുപ്പൈ ചെയ്യാനായിട്ട്. ഇത്രയും കാലം ഇങ്ങനെ നൊമാഡ്സായിട്ട് അലഞ്ഞു തിരിഞ്ഞൊക്കെ 10-40 കൊല്ലം കഷ്ടപ്പെട്ട് നടന്നതിൻ്റെ ഒരു ഫലം ഉണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ പലരും എന്ത് ചെയ്ത് കാണും, ഓരോ സ്ഥലത്തിൻ്റെ മേലൊക്കെ കണ്ണൊക്കെ വെച്ച് നോട്ടമൊക്കെ വെച്ച് കാണും. പക്ഷേ എങ്ങനെ ദൈവം വീതിച്ചു കൊടുത്തത്? ചീട്ടിട്ട്. അതിൻ്റെ അങ്ങനെ ആക്കി കളഞ്ഞു. 14 അധ്യായത്തിൻ്റെ 2-ാം വാക്യം. യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ 9 ഗോത്രങ്ങൾക്കും ചീട്ടിട്ടായിരുന്നു അവകാശങ്ങൾ ഭാഗിച്ചു കൊടുത്തത്. എന്താ 9 ഗോത്രമായി പോയത്? ഓർമ്മയുണ്ട്, കൊള്ളാം, ദൈവത്തിന് സ്തോത്രം. 2 ഗോത്രക്കാർ ഇങ്ങോട്ട് പോന്നിട്ടില്ല. അവർ യോർദാൻ്റെ അപ്പുറത്ത്, അവർ നേരത്തെ തന്നെ കണ്ടതനുസരിച്ച് തീരുമാനമെടുത്ത് അപ്പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ഇനി എന്തേ 12 ഗോത്രത്തിന് വീതിക്കാൻ ചെന്ന് ചോദിക്കാതിരിക്കാനാണ് ഞാൻ ഈ വാക്യം തന്നെ വായിപ്പിച്ചത്. ഇനി ബാക്കി 9 ഗോത്രമേ ഉള്ളൂ. അവർ 9 ഗോത്രം കൂടി ഇപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് കാശുള്ളവർക്ക് മേടിക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പാവപ്പെട്ടവർ ചുറ്റിപ്പോയേനെ. കായിക ബലമുള്ളവർ ഇഷ്ടംപോലെ പിടിച്ചെടുത്തോ എന്ന്, മൈറ്റ് ഈസ് റൈറ്റ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ബലമുള്ളവർ, ബാക്കിയുള്ള പാവപ്പെട്ട ആരോഗ്യമില്ലാത്തവരൊക്കെ അവതാളത്തിലായി പോയേനെ. ദൈവം എത്ര നല്ല, എത്ര നീതിയുള്ള ദൈവമാണെന്ന് നോക്കി. അതുകൊണ്ട് ദൈവം പറഞ്ഞു ചീട്ടിടാൻ. അപ്പോൾ നമുക്കൊരു സ്ഥലം നോട്ടമിട്ട് 5 സെൻറ്റ് വേണമെന്നുണ്ടായിരുന്നെങ്കിൽ ആകെപ്പാടെ ചെയ്യാൻ ഒറ്റ പണിയേ ഉള്ളൂ. എന്താ? കാഴ്ചയാലല്ല, വിശ്വാസത്താൽ ദൈവത്തോട് പറയുക, കർത്താവേ ചീട്ട് ഇടുമ്പോൾ ആ സ്ഥലത്തിൻ്റെ ചീട്ട് എനിക്ക് വീണിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലാതെ. വിശ്വാസത്താലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നത്. ഒന്നും കാഴ്ചപ്രകാരമോ സമ്പത്തിൻ്റെയോ ആരോഗ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ അല്ല എന്നുള്ള കാര്യം അതിനാണ് ഈ ചീട്ടിട്ടത്. ചീട്ടിടുക എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഈസ് നോട്ട് വിത്ത് യു, ഇറ്റ് ഈസ് വിത്ത് ഗോഡ്. ദൈവമാണ് ഇതിൻ്റെ തീരുമാനം എടുക്കുന്നത്. ദൈവം പറയുന്നത് പോലെ മാത്രമേ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അവർ ചീട്ടിട്ട് ദൈവം പറഞ്ഞതനുസരിച്ച് ഈ സ്ഥലം വീതിച്ചു കൊടുത്തു. ഇനി ഓരോരുത്തർക്കും എന്തൊക്കെയാണ് കിട്ടിയതെന്ന് അറിയണമെന്നെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളൂ ചെയ്യാനായിട്ട്, വായിച്ച് കണ്ടുപിടിക്കുക. ഞാൻ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഏതൊക്കെ രാജാക്കന്മാരെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മെനക്കെടുകയാണെങ്കിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. രൂപേന് ഇത്ര കിട്ടി, യഹൂദയ്ക്ക് ഇത്ര കിട്ടി. ഞാനത് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ബോറടിക്കുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാം വായിപ്പിക്കുന്നില്ല. അവരുടെ അതിരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഗോത്രത്തിനും കിട്ടിയ സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ കാലേബിനെ പോലുള്ള ആളുകളൊക്കെ വന്നിട്ട് ആ മല എനിക്ക് ഇങ്ങോട്ട് വേണം എന്ന് ചോദിച്ച് മേടിച്ച കേസുകളുണ്ട്. ആ ഡിവിഷനെല്ലാം കൃത്യമായിട്ട് 13 മുതൽ 24 വരെയുള്ള അധ്യായത്തിൽ കിടപ്പുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കാനല്ലേ ഉള്ളൂ. കൂടുതൽ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും അത്യാവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ, ഈ പുസ്തകത്തിൻ്റെ പഠനം തീർക്കാൻ വേണ്ടി വളരെ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ മാത്രം ഞാൻ വളരെ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. പൊതുവെ ഓർത്തിരിക്കേണ്ട കാര്യം, ചീട്ടിട്ടാണ് വീതിച്ചത്. വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ തീരുമാനപ്രകാരമാണ് ഓരോ ഗോത്രത്തിനും ഓരോ സ്ഥലങ്ങൾ കിട്ടിയത്. അതല്ലാതെ അവരവരുടെ ഇഷ്ടപ്രകാരം ഒന്നും തീരുമാനിക്കാനോ തിരഞ്ഞെടുക്കാനോ അവകാശം ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. പിന്നെ സങ്കേത നഗരങ്ങൾ, ലേവ്യർക്കുള്ള പട്ടണങ്ങൾ ഒക്കെ നമ്മൾ സംഖ്യാപുസ്തകത്തിൽ വായിച്ചിട്ടൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. 6 സങ്കേത നഗരങ്ങൾ, 42 പട്ടണങ്ങൾ ലേവ്യർക്കായിട്ട്. അതൊക്കെ ഇവർ കൊടുത്തോ? 21 അധ്യായത്തിൻ്റെ 41 വാക്യം, 21:41. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറങ്ങളും കിട്ടി. അപ്പം 48 എന്ന് പറയുമ്പം 42 + 6 = 48. അത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് സംഖ്യാപുസ്തകം കൂടെ വെച്ച് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ വേഗം കാണാനായിട്ട് സാധിക്കും. സംഖ്യാപുസ്തകത്തിൽ ഇങ്ങനെ വേണം കൊടുക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സങ്കേത നഗരങ്ങൾ 6 6 3 യോർദാൻ്റെ ഇങ്ങേക്കരയിലും 3 അങ്ങേക്കരയിലും, ലേവ്യർക്കായിട്ട് 42 പട്ടണങ്ങളും. അങ്ങനെ 48 കൃത്യമായിട്ട് തീർപ്പിച്ച് കൊടുത്തു, വീതം വെച്ചു. 15-ാം അധ്യായത്തിലേക്ക് വന്നാൽ 5-ാം വാക്യം, ഇത് നിങ്ങളുടെ തെക്കേ അതിർ ആയിരിക്കണം. കിഴക്കേ അതിർ യോർദാൻ്റെ അഴിമുഖം വരെ ഉപ്പുകടൽ തന്നെ. വടക്കേ അതിർ യോർദാൻ്റെ അഴിമുഖമായ ഇടക്കടൽ തുടങ്ങി. കണ്ടല്ലോ അതൊക്കെ. അപ്പോൾ ഇനി ഒരതിരും കൂടി കാണണമല്ലോ. അപ്പോൾ എത്ര? 3 അതിരായില്ലേ? തെക്ക്,
കിഴക്ക്, അതിപ്പോൾ എനിക്കൊരു കാര്യം വീണ്ടും മനസ്സിലാവുന്നുണ്ട്. എനിക്കൊരു കാര്യം വീണ്ടും മനസ്സിലാവുന്നുണ്ട്. ഇത് നമ്മുടെ പറമ്പല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അതിരൊന്നും അറിഞ്ഞിട്ട് വലിയ പക്ഷേ ഇവിടെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തന്നെന്നുള്ളതേ ഉള്ളൂ. തെക്കേ അതിരുണ്ട്, വടക്കേ കിഴക്കേ അതിരുണ്ട്, വടക്കേ അതിരുണ്ട്. 13-ാം വാക്യത്തിൽ പടിഞ്ഞാറേ അതിരുമുണ്ട്. 12-ാം വാക്യം വായിച്ചാൽ മതി. പടിഞ്ഞാറേ അതിർ നെടുകെ മഹാസമുദ്രം തന്നെ. കണ്ടില്ലേ? അപ്പം എല്ലാ അതിരുമായില്ലേ? പടിഞ്ഞാറായി, കിഴക്കായി, തെക്കായി, വടക്കായി. 4 അതിർത്തി നമുക്ക് തിരിഞ്ഞു കിട്ടി അല്ലേ? അപ്പം അതിർത്തി അതുപോലെ തന്നെ ഓരോരുത്തർക്കും കൊടുത്ത സ്ഥലങ്ങൾ ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത്രയൊക്കെ അതിർത്തിയെങ്കിലുമൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങളൊന്ന് വായിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ആധാരത്തിൻ്റെ അതിർത്തിയും അതിൻ്റെ ഓരോ ഡീറ്റെയിൽസും എല്ലാം കൃത്യമായിട്ട് സബ് ഡിവിഷനും ഒക്കെ പിന്നെ സർവേ നമ്പറും ഇത്ര ബാർ ഇത്ര എന്നുള്ളതൊക്കെ തണ്ടപ്പേരും എല്ലാം കൃത്യമായിട്ട് പറിച്ച് എല്ലാത്തിൻ്റെ കയ്യിൽ സ്ഥലമൊക്കെ കൃത്യമായിട്ട് വീതിച്ച് കൊടുത്തു. എന്നാൽ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞല്ലോ. അതിലൊന്ന് 11-23 നേരത്തെ വായിച്ചതാ. 11-23 യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു. യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രം വിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു. 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യോശുവ വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ യഹോവ അവനോട് അരുളി ചെയ്തത്, നീ വയസ്സ് ചെന്ന് വൃദ്ധനായിരിക്കുന്നു, ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഇത് രണ്ടും കൂടെ എങ്ങനെ ചേരുന്നത്? ആദ്യം പറഞ്ഞു യുദ്ധം തീർന്നു, ദേശത്തിന് സ്വസ്ഥത വന്നു, എല്ലാവരെയും നീക്കിക്കളഞ്ഞു, ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല, അവകാശമൊക്കെ വീതിച്ച് കൈവശപ്പെടുത്തി എടുത്താൽ മതിയെന്ന് പറഞ്ഞു. പക്ഷേ വയസ്സ് ചെന്നപ്പോൾ പിന്നെ ദൈവം എന്താ പറയുന്നത്? 13-ാം അധ്യായത്തിൽ എന്താ പറഞ്ഞത്? ഇനി ഏറ്റവും വളരെ ദേശം കൈവശമാക്കുവാനുണ്ട്. ഇത് കോൺട്രഡിക്ഷൻ ആണോ? ഇതൊരു വൈരുദ്ധ്യമാണോ എന്ന്? ഇത് രണ്ടും കൂടെ ചേരാത്ത തരത്തിൽ ബൈബിൾ കോൺട്രഡിക്ട്സ് ഇറ്റ്സെൽഫ് എന്ന് നേരിട്ട് പറയാറുണ്ട്. ബൈബിളിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. കാരണം ഒന്നുമില്ല, എല്ലാം തീർന്നെന്ന് പറഞ്ഞ് ചിപ്പുറത്ത് പറയാണ് ഇനിയും ഒത്തിരി യുദ്ധം ഉണ്ട്. ഇതെന്ത് മനസ്സിലായി? അല്ല, താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം പറയേണ്ട കാര്യമല്ല. താല്പര്യം ഉണ്ടെങ്കിൽ വെരി ഗുഡ്. താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും പിടിക്കാം. ഇത് ബേസിക്കായിട്ട് ദൈവം നിനക്ക് തന്ന അനുഗ്രഹമാണ്. ഇത്രയും മതിയെന്ന് വിചാരിച്ചാൽ മതി, ഓക്കെ. പക്ഷേ ഇനിയും ചുറ്റുവട്ടത്ത് ഇഷ്ടം പോലെ നിന്റെ എന്താ നേരത്തെ ദൈവം പറഞ്ഞു നോക്കിയപ്പോൾ മറന്നുപോയി. ഞാൻ കാലെന്ന് പറഞ്ഞപ്പോൾ കാര്യം പിടിയിട്ടല്ലേ? നിന്റെ ഉള്ളംകാൽ ചവിട്ടുന്ന ദേശമൊക്കെയും ഞാൻ നിനക്ക് അവകാശമായിട്ട് തരും. അതുകൊണ്ട് ധൈര്യം ഉണ്ടെങ്കിൽ ഉള്ളംകാൽ ചവിട്ടി ഇനിയും കൂടുതൽ നിനക്ക്. അതുകൊണ്ടല്ലേ നമ്മുടെ ഇതിപ്പോൾ ഏത് അധ്യായമായിരുന്നു? 13-ാം അധ്യായമായിരുന്നു. അതുകൊണ്ടല്ലേ നമ്മളുടെ കാലേബ് ഓടി വന്നിട്ട് പറഞ്ഞത് 8-ാം വാക്യത്തിൽ, 14-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ, എന്നോട് കൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുകുമാറാക്കി, ഞാനോ എൻ്റെ ദൈവമായ യഹോവയുടെ പൂർണ്ണമായി പറ്റി നിന്നു. നീ എൻ്റെ ദൈവമായ യഹോവയുടെ പൂർണ്ണമായി പറ്റി നിന്നതുകൊണ്ട് നീ കാൽ വെച്ച ദേശം നിനക്കും നിന്റെ മക്കൾക്കും എന്നേക്കും അവകാശമായിരിക്കുമെന്ന് മോശെ അന്ന് സത്യം ചെയ്തു പറഞ്ഞു. അതെല്ലാം മുഖവരെയാണ്. 11-ാം വാക്യം. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ച നാളിലത്തെ പോലെ ഇന്നും ആരോഗ്യമുണ്ട്. എനിക്ക് ആരോഗ്യമുണ്ട്. പടവെട്ടുവാനും പോവുകയും വരികയും ചെയ്യുവാനും എൻ്റെ ആരോഗ്യം അന്നത്തെ പോലെ ഇന്നും ഇരിക്കുന്നു. ആകയാൽ യഹോവ അന്ന് കൽപ്പിച്ച ഈ മല ഇപ്പോൾ എനിക്ക് തരിക. അപ്പോൾ ദൈവം അങ്ങനെ പണ്ട് കൽപ്പിച്ചതും കിട്ടാത്തതും ഒക്കെ ഉണ്ടെന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചാൽ, ദൈവം നിങ്ങളെ വിളിച്ച സമയത്ത് തന്ന വാഗ്ദാനങ്ങൾ പകുതി പോലും ഇപ്പോഴും. ഞാൻ നിങ്ങളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇപ്പം നമുക്കൊരു സംതൃപ്തിയായി. കാരണം ഏതാണെങ്കിലും നമുക്ക് പറ്റിയൊരു സഭയിലൊക്കെ വന്നു പെട്ടു. സഭയിലെത്തി. പോരെങ്കിൽ നല്ല ബൈബിൾ ക്ലാസ് പഠിക്കാനും കൂട്ടായ്മ ആചരിക്കാനും ഔട്ട്റീച്ചിന് പോകാനും ഒക്കെ എല്ലാം സൗകര്യം. പക്ഷേ നിന്നെക്കുറിച്ച് ഉണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം എന്ന് തീമോഥെയോസിനോട് പറഞ്ഞു അല്ലേ? നിന്നെക്കുറിച്ച് പണ്ട് മുതലേ ഉണ്ടായ പ്രവചനങ്ങൾക്ക് ഒത്തവണ്ണം. അപ്പോൾ അത് കാലേബിന് മനസ്സിലായതുകൊണ്ടാണ് കാലേബ് പറഞ്ഞത്, എനിക്ക് പണ്ടേ വാഗ്ദാനമുണ്ട്, ആ മല ഇങ്ങോട്ട് തന്നേരെ. ഇപ്പോൾ വയസ്സ് ഇത്രയായെങ്കിലും എനിക്കിപ്പോഴും പണ്ടത്തെ പോലെ അല്ല. ഈ യോശുവായ്ക്ക് വയസ്സ് ചെന്നപ്പോഴാണ് പറഞ്ഞത് ഇനിയും ഒരുപാട് സ്ഥലം പിടിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് നമുക്കൊരിക്കലും വയസ്സാകുന്നില്ല കേട്ടോ. നമുക്കൊരിക്കലും വയസ്സാകുന്നില്ല. എപ്പോൾ വേണമെങ്കിലും ദൈവത്തിന് വേണ്ടി പിടിക്കാം. വാർദ്ധക്യത്തിലും നമുക്ക് ഫലം കായ്ച്ചുകൊണ്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനിയും ദേശം വിശാലമായിട്ട് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നു. നിങ്ങൾക്ക് ആഗ്രഹമുള്ളിടത്തോളം എത്ര വേണമെങ്കിലും. അല്ല, നമ്മളിലേക്ക് റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ നേരത്തെ 5 സെൻറ്റിൻ്റെയും 10 സെൻറ്റിൻ്റെയും കാര്യം ആരോ പറയുന്നത് ഞാനിവിടെ കേട്ടായിരുന്നു. ദൈവരാജ്യത്തിൽ ഇങ്ങനൊരു ഗതികേടില്ല കേട്ടോ.
ഏതാ 5 സെൻറ്റ്? ഈ 5 സെൻറ്റിൽ കിടന്ന് ചവിട്ടി കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടുകയും തൊഴിക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ദൈവരാജ്യം എന്ന് പറയുന്നത് വളരെ വിസ്തൃതവും വിശാലവുമായിട്ടുള്ളതാണ്. തല പൊക്കി നോക്കിയാൽ ഏക്കർ കണക്കിന് ഭൂമി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ 5 സെൻറ്റിൽ തന്നെ കിടന്ന് അടി പിടിക്കണമെന്ന് അർത്ഥം മനസ്സിലായെങ്കിൽ സ്തോത്രം. അവിടെ തന്നെ അടിപിടിച്ച് നിൽക്കണമെന്നുള്ളതിന് ഒരു നിർബന്ധവും ഇല്ല. ഈ ദേശവിധ മുഴുവൻ നിൻ്റെ മുമ്പിൽ വിശാലമായി കിടക്കുന്നു. ദൈവം നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ തലപൊക്കി നോക്കിയാൽ ഇതെല്ലാം നിൻ്റെ ഉള്ളങ്കാൽ ചവിട്ടുന്ന സ്ഥലമൊക്കെ തരാനായിട്ട് ഒരുക്കമുള്ളവനാണ്, ശക്തനാണ്. നമുക്കൊരു താല്പര്യം ഉണ്ടായാൽ മതി. അപ്പം ഇതേ കാലേബ് പറഞ്ഞ പോലെ യെസ് ഐ എം കമ്മിങ്, എനിക്ക് വേണം. അപ്പം ഈ കാലേബ് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവന് വേറൊരു സ്വഭാവം ഉണ്ടായി. അവൻ ദൈവത്തോട് പൂർണ്ണമായി പറ്റി നിന്നു. ഇത് സംഖ്യാപുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്. സംഖ്യാപുസ്തകം 14:24, ആവർത്തന പുസ്തകം 1:36 നിങ്ങൾ വായിച്ചാൽ ഈ കാര്യം പൂർണ്ണമായി പറ്റി നിന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ ഹിതം വെളിപ്പെടുത്തി അതനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് കാലേബ് തയ്യാറായി, യോശുവ തയ്യാറായി. അപ്പോൾ നമ്മൾ നേരത്തെ യോശുവയെക്കുറിച്ച് പഠിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, തന്നെ അടക്കിയ സ്ഥലം കാലേബ് ചോദിച്ചതുപോലെ തന്നെ യോശുവയും ചോദിച്ചു മേടിച്ചതാണ്. ഓർക്കുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ അവരൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കും അതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. 21-ാം അധ്യായത്തിൻ്റെ 41 മുതലുള്ള വാക്യങ്ങൾ. 21. ഇസ്രായേൽ മക്കളുടെ അവകാശത്തിൽ ലേവ്യർക്ക് എല്ലാം കൂടി 48 പട്ടണവും അവയുടെ പുൽപ്പുറവും കിട്ടി. ഈ പട്ടണങ്ങളിൽ ഓരോന്നിനും ചുറ്റും പുൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു. ഈ പട്ടണങ്ങളൊക്കെയും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ വായിച്ച് കേൾപ്പിച്ചത് ഒരു കാര്യത്തിന് വേണ്ടി വീണ്ടും ഒന്ന് വായിപ്പിച്ചതേ ഉള്ളൂ. 43 മുതൽ യഹോവ ഇസ്രായേലിനെ താൻ അവരുടെ പിതാക്കന്മാർക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശമെല്ലാം കൊടുത്തു. അവർ അത് കൈവശമാക്കി അവിടെ കുടിപ്പാർത്തു. യഹോവ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതുപോലെ ഒക്കെയും ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നിട്ടില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. അത്ര മനോഹരമായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അവിടെ പറഞ്ഞതെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. യഹോവ ഇസ്രായേൽ ഗൃഹത്തോട് അരുളി ചെയ്ത വാഗ്ദാനങ്ങളിൽ ഒന്നും വൃഥാവാകാതെ സകലവും നിവൃത്തിയായി. എവ്രിതിങ് ഗോഡ് സെഡ്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞേച്ചാ പറയുന്നത് ഇനിയും താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ തരാമെന്ന്. അതവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചോദ്യം കൂടെ ഉണ്ട്. ഈ വായിച്ച വാക്യങ്ങളിൽ വാസ്തവത്തിൽ എന്താ ദൈവം കൊടുത്തത് ഇസ്രായേൽ മക്കൾക്ക്? എന്താ കൊടുത്തത്? എന്താണ് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തത്? ഇത് വല്ലാത്ത ചോദ്യമായി പോയല്ലോ. കനാൻ ദേശത്ത് എന്ന് ഏക്കർ കണക്കിന് സ്ഥലവും പതിച്ചു കൊടുത്തിട്ട് എന്നാ കൊടുത്തതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ എന്നാ പറയും എന്ന് നിങ്ങളിങ്ങനെ അത്ഭുതപ്പെട്ടിരിപ്പുണ്ട്. ഈ വായിച്ച വാക്യത്തിൽ 3 കാര്യങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മൾ കാണേണ്ടത്. എന്തൊക്കെയാണ് കൊടുത്തത്? 1 43-ാം വാക്യം, ദേശമെല്ലാം കൊടുത്തു. ദേശമെല്ലാം കൊടുത്തു. ഒന്നാമത് ദൈവം കൊടുത്തത് ദേശം. ചില ആളുകൾ ഈ ദേശം എല്ലാം പിടിക്കാൻ പോകാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ 10 സെൻറ്റ് തന്നെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അത് നിങ്ങൾ പറയാനിരുന്ന ഞാൻ നേരത്തെ പറഞ്ഞപ്പം നിങ്ങൾ ചിലർ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇഷ്ടംപോലെ സ്ഥലം കിടപ്പുണ്ട്, 5 സെൻറ്റ് അല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ 5 സെൻറ്റ് തന്നെ നോക്കി നടത്താൻ പറ്റുന്നില്ല. ഇനി 5 ഏക്കർ കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് പേടിക്കണ്ട. എൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ദൈവം തരുന്നുണ്ട്. 44-ാം വാക്യം, എന്ത് നൽകി? ചുറ്റും അവർക്ക് സ്വസ്ഥത നൽകി. അവർക്ക് സ്വസ്ഥത നൽകി. മനസ്സിലായോ? അപ്പോൾ എത്ര ഏക്കർ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതിൻ്റെ ഉടമസ്ഥൻ നിങ്ങളാകുമ്പോഴാണ് സ്വസ്ഥത പോകുന്നത്. നമ്മൾ കാര്യവിചാരകത്വമൊക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്ന കാര്യമാണ്, ഏൽപ്പിച്ചിരിക്കുന്നത് മാത്രമാണ്. ദേശമെല്ലാം ആരുടേതാണ്? യഹോവയുടെ. ഞാൻ വെറും ഒരു നോട്ടക്കാരൻ, ഒരു കാര്യക്കാരൻ മാത്രമാകുമ്പോൾ എനിക്ക് നല്ല സ്വസ്ഥതയാണ്. കാരണം ഇതിൻ്റെ കാര്യമൊക്കെ ആര് നോക്കിക്കോളും? അല്ല, നമ്മൾ നേരത്തെ ഹായിയുടെ കാര്യം വായിച്ചതും അങ്ങനെ തന്നെയായിരുന്നു. ദൈവം അത് അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് എത്ര വേണമെങ്കിലും തന്നോട്ടെ, അതിൻ്റെ കൂടെ അവൻ എന്തും കൂടെ നൽകും? സ്വസ്ഥതയും കൂടെ തരും. ഇനി വേറൊരു കാര്യം കൂടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത വാക്യത്തിൽ എന്ത് കൊടുത്തു? ശത്രുക്കളിൽ ഒരുത്തനും അവരുടെ മുമ്പിൽ നിന്നില്ല. യഹോവ സകല ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പം ദേശം ഏൽപ്പിച്ചു, സ്വസ്ഥത കൊടുത്തു, ശത്രുക്കളെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അപ്പോൾ പിന്നെന്താ പ്രശ്നം? ശത്രുക്കളെയും അവരുടെ ഈ 3 കാര്യങ്ങൾ സ്പെസിഫിക് ആയിട്ട് തന്നെ കാണണം. ദേശം കൊടുത്തു, സ്വസ്ഥത നൽകി, ശത്രുക്കളെയും കയ്യിൽ ഏൽപ്പിച്ചു. പിന്നെന്താ പ്രശ്നം? അതുകൊണ്ട് നമുക്ക് ഒന്നും ഭയപ്പെടാനില്ല. അവനിലങ്ങ് ആശ്രയിച്ചാൽ ഇതെല്ലാം നമുക്കാണ്. ദേശവും നമ്മുടെയാണ്, സമാധാനവും നമ്മുടേതാണ്, ശത്രുക്കളെ നമ്മുടെ കയ്യിൽ തന്നെ അവൻ. അതാണ് ശത്രുക്കൾ മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു ദൈവം നമുക്ക് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് കൺക്ലൂഷനിലേക്ക് വരാം.
അതായത് 23, 24 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ യോശുവയുടെ വിടവാങ്ങൽ എന്ന് വേണമെങ്കിൽ പറയാം. യോശുവയും തൻ്റെ ദൗത്യം പൂർത്തീകരിച്ചു. എന്നിട്ട് താൻ ഒരു ഫെയർവെൽ അഡ്രസ്സ് മോശ ചെയ്തതുപോലെ ഒരു വിടവാങ്ങൽ സന്ദേശം നൽകി താൻ ശുശ്രൂഷയിൽ നിന്ന് പിൻവാങ്ങുന്നതാണ് 23, 24 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. 23 അധ്യായത്തിൻ്റെ 1-ാം വാക്യം, യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. അപ്പോൾ അതിനിടയ്ക്കുള്ള അധ്യായങ്ങളൊക്കെ നിങ്ങൾ വായിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് പിന്നെ ന്യായാധിപന്മാരെ കാണാൻ പോകണ്ടേ അടുത്ത ആഴ്ച, അതുകൊണ്ട് ഇപ്പോൾ 23, 24 തീർക്കാം. യെസ്, യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി ഇസ്രായേലിന് സ്വസ്ഥത നൽകി. ഏറെക്കാലം കഴിഞ്ഞ് യോശുവ വയസ്സ് ചെന്ന് അല്ല, ഏറെക്കാലം കഴിഞ്ഞു എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. ഏറെക്കാലം കഴിഞ്ഞ്, സോ 80 വയസ്സായി വളരെയധികം സമയം ഒക്കെ ചിലവാക്കാതെ തന്നെയാണ് എരിഹോ പിടിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഏറെക്കാലം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 10-30 കൊല്ലം അങ്ങനെ സമാധാനമായിട്ടൊക്കെ അവരവിടെ, നമ്മൾ ചില പദങ്ങൾ ഒട്ടും ശ്രദ്ധിക്കാറില്ല. ഏറെക്കാലം കഴിഞ്ഞ്, സമയം കുറേ അങ്ങ് പോയി. ഈ സമയം പോയി കഴിഞ്ഞപ്പോൾ യോശുവ വയസ്സ് എന്ന് വൃദ്ധനായ ശേഷം യോശുവ എല്ലാ ഇസ്രായേലിനെയും അവരുടെ മൂപ്പന്മാരെയും പ്രധാനികളെയും ന്യായാധിപന്മാരെയും പ്രമാണികളെയും വിളിച്ച് അവരോട് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ വയസ്സ് എന്ന് വൃദ്ധനായിരിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ. ബാക്കി വീട്ടിൽ പോയി വായിക്കുക. അപ്പോൾ എന്താണ് യോശുവ അവരോട് പ്രസംഗിച്ചത് എന്ന് താഴേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ശരിയാകുകയല്ലോ. 4-ാം വാക്യത്തിൽ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നറുക്കിട്ട് എല്ലാ ദേശങ്ങളൊക്കെ വിഭാഗിച്ച് തന്നിരിക്കുന്നു. കണ്ടില്ലേ, ഞാൻ നറുക്കിട്ട് ദൈവം നമുക്ക് തന്ന സ്ഥലമൊക്കെ നിങ്ങൾക്ക് നറുക്കിട്ട് വിഭാഗിച്ച് തന്നിരിക്കുന്നു. എന്നിട്ട് 5-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നിന്നും നീക്കിക്കളയും. അപ്പോൾ ഇവിടെ നോക്കിയേ, 1-ാം വാക്യത്തിൽ സ്വസ്ഥത, 2-ാം വാക്യത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചെടുത്ത് ദേശം കൊടുത്തു, ഇപ്പോൾ ശത്രുക്കളെയും ഓടിച്ച് കളയുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നേരത്തെ വായിച്ച 3 കാര്യങ്ങളും ഇവിടെ അന്വർത്ഥമാകുന്നുണ്ട്. എന്നിട്ടൊരു കണ്ടീഷൻ പറയുകയാണ്, നീക്കിക്കളയും, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദാനം. 5-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ അവരെ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിച്ച് നിങ്ങളുടെ ദൃഷ്ടിയിൽ നീക്കിക്കളയും. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇനി കൈവശമാക്കാൻ കടക്കുന്ന ദേശവും നിങ്ങൾ കൈവശമാക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ആകയാൽ മോശയുടെ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടക്കുവാനും അതിൽ നിന്നും വലത്തോട്ടെങ്കിലും ഇടത്തോട്ടെങ്കിലും മാറാതിരിക്കുവാനും ഏറ്റവും ഉറപ്പുള്ളവരായിരിക്കുവിൻ. നിങ്ങളുടെ ഇടയിൽ ശേഷിച്ചിരിക്കുന്ന ഈ ജാതികളോട് നിങ്ങൾ ഇടകലരരുത്. അവരുടെ ദേവന്മാരുടെ നാമം ജപിക്കുകയും അത് ചൊല്ലി സത്യം ചെയ്യുകയും അരുത്. അവയെ സേവിക്കുകയും നമസ്കരിക്കുകയും അരുത്. നിങ്ങൾ ഇന്നുവരെ ചെയ്തതുപോലെ നിങ്ങളുടെ ദൈവമായ യഹോവയോട് പറ്റിച്ചേർന്നിരിക്കുവിൻ. യഹോവ ആ വാക്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചോണമെന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. അവൻ്റെ കൽപ്പനകളെല്ലാം അനുസരിച്ച് അവനോട് പറ്റിച്ചേർന്നിരുന്ന് അതിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ, ഇപ്പം ഇതാണ് യോശുവയ്ക്ക് അവർക്ക് നൽകുവാനുണ്ടായിരുന്ന പ്രധാനപ്പെട്ട സന്ദേശം. 14-ാം വാക്യം, ഇതാ ഞാൻ ഇന്ന് സകല ഭൂവാസികളുടെയും വഴിയായി പോകുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെക്കുറിച്ച് അരുളി ചെയ്തിട്ടുള്ള സകല നന്മകളിലും വെച്ച് ഒന്നിനും വീഴ്ച വന്നിട്ടില്ലെന്ന് ശ്രദ്ധിക്കണേ. ദൈവം അരുളി ചെയ്ത ഒരു നന്മയ്ക്കും ഇന്ന് വരെ വീഴ്ച വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണ ഹൃദയത്തിലും പൂർണ്ണ മനസ്സിലും ബോധ്യമായിരിക്കുന്നു. സകലവും നിങ്ങൾക്ക് സംഭവിച്ചു, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. ഇത്ര ധൈര്യത്തോടു കൂടിയാണ് യോശുവ പറയുന്നത്. നോക്കി, ഒന്നിനും വീഴ്ച വന്നിട്ടില്ല. ദൈവം പറഞ്ഞതെല്ലാം കൃത്യമായിട്ട് ദൈവം. അപ്പോൾ ഇത് ഇവരെ ഓർമ്മപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഇങ്ങനെ ഒരു ദൈവം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോടും ഒന്നിനും വീഴ്ച വരുത്താതെ കൃത്യമായിട്ട്, അതിനാണ് അവരെ നേരത്തെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത്. തിരിച്ചും ചെയ്യണം. 16-ാം വാക്യം, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള അവൻ്റെ നിയമം നിങ്ങൾ ലംഘിക്കുകയും ചെന്ന് അന്യ ദൈവങ്ങളെ സേവിച്ച് നമസ്കരിക്കുകയും ചെയ്താൽ യഹോവയുടെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കും. അവൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള ഈ നല്ല ദേശത്തു നിന്നും നിങ്ങൾ വേഗം നശിച്ചു പോകുകയും ചെയ്യും. അപ്പോൾ പറയേണ്ട കാര്യങ്ങളെല്ലാം യോശുവ പറഞ്ഞു കേൾപ്പിച്ചു. എന്നിട്ട് 24-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യം, 24-ന്റെ 29, അതിൻ്റെ ശേഷം യഹോവയുടെ ദാസനായ നൂന്റെ മകനായ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. കണ്ടോ? അപ്പോൾ യോശുവ 110 വയസ്സുള്ളവനായി മരിച്ചു. പക്ഷേ യോശുവയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് സാറ് പറഞ്ഞില്ലല്ലോ എന്ന് നിങ്ങൾക്ക് സങ്കടം ഉണ്ടെങ്കിൽ അത് 24-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. മുകളിലോട്ട് കയറി നിങ്ങൾ വായിച്ചാൽ മതി. എപ്പോഴും കേൾക്കുന്നതായതുകൊണ്ട് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഈ 15-ാം വാക്യം, 24-ന്റെ 15,
യഹോവയെ സേവിക്കുന്നത് നന്നല്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നദിക്കക്കരെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കുമെന്ന് ഇന്ന് തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അപ്പോൾ ഇതാണ് യോശുവ ഫൈനലായിട്ട് അവരോട് പറഞ്ഞത്. നദിക്ക് അക്കരെ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ ആ മുകളിലുള്ളതൊക്കെ വായിച്ചു നോക്കണം. അബ്രഹാമിനെ വിളിച്ച സമയത്ത് നദിക്ക് അക്കരെയുള്ള വിഗ്രഹങ്ങളെ സേവിച്ചിരുന്ന ഒരു കൂട്ടത്തെയാണ് ഇപ്പോൾ വിളിച്ചു കൊണ്ടുവന്ന് നദിക്ക് ഇക്കരെ കൊണ്ടുവന്ന് ഈ വാഗ്ദത്ത നാട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങളെ വിളിച്ചുകൊണ്ട് വന്ന ഞാനാണോ നിങ്ങളുടെ ദൈവം, അതോ നദിക്ക് അക്കരെ വെച്ച് നിങ്ങൾ സേവിച്ചിരുന്ന കല്ലും മരവും ഒക്കെയാണോ നിങ്ങളുടെ ദൈവം എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളാനാണ് പറഞ്ഞത്. നിങ്ങൾ ആരെ സേവിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാൻ എൻ്റെ തീരുമാനം പ്രഖ്യാപിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷമാണ് 110 വയസ്സുള്ളവനായിട്ട് മരിച്ചത്. ഒരുപക്ഷെ യോശുവയ്ക്ക് നമുക്ക് കൊടുക്കുവാനുള്ള ഏറ്റവും നല്ല ട്രിബ്യൂട്ട് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു അംഗീകാരം എന്ന് പറയുന്നത് 31-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. 31-ാം വാക്യം. യോശുവയുടെ കാലത്തൊക്കെയും യോശുവ കഴിഞ്ഞിട്ട് ജീവിച്ചിരുന്നവരായി യഹോവ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള സകല പ്രവൃത്തികളും അറിഞ്ഞവരായ മൂപ്പന്മാരുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. അത് ആ കൺസ്ട്രക്ഷൻ ഒന്ന് നിങ്ങൾ മാറ്റിയെടുക്കുകയാണെങ്കിൽ യോശുവയുടെ കാലത്തൊക്കെയും ഇസ്രായേൽ യഹോവയെ സേവിച്ചു. അതിന് ഇടയ്ക്കുള്ളതൊക്കെ നമുക്ക് മാറ്റി അഴിച്ച് അഡ്ജക്റ്റീവ്സ് ഒക്കെ മാറ്റിയെടുത്താൽ ഡ്യൂറിങ് ദ ഡേയ്സ് ഓഫ് ജോഷുവ ഇസ്രായേൽ സെർവ് ഗോഡ്. യോശുവയുടെ കാലത്തൊക്കെയും ഇസ്രായേൽ ആരെ സേവിച്ചു? അതിൻ്റെ ഒരു ക്രെഡിറ്റ്, അതിൻ്റെ ഒരു ഫുൾ ക്രെഡിറ്റ് ഗോസ് ടു ജോഷുവ. ജോഷുവയുടെ പരിശ്രമ ഫലമായിട്ട്, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയുടെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ട് താൻ അവരെ നയിച്ച കാലത്തൊക്കെയും ഇസ്രായേൽ ആരെ സേവിച്ചു? എന്തിനത് പറഞ്ഞു വെച്ചതെന്നറിയാവോ? ലീഡർ നന്നാണ്. ഞാൻ പക്ഷേ ബൈബിൾ സർവേക്കാരനാണ്. അപ്പോൾ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞായിരുന്നു നമുക്ക് ന്യായാധിപന്മാരെ കാണണ്ടായോ എന്ന്. അപ്പോൾ വി ആർ ഗോയിങ് ടു എൻ്റർ ഇൻ ടു ദ നെക്സ്റ്റ് ബുക്ക്. അടുത്ത പുസ്തകത്തിലേക്ക് ഇപ്പോൾ ഒരു പേജ് മറിച്ചാൽ കയറും, പക്ഷെ അടുത്ത ആഴ്ച മറിക്കുന്നുള്ളൂ. മറിച്ച് കയറുമ്പോൾ നമ്മൾ ഏതിലേക്കാണ് വരുന്നത്? അപ്പോൾ അവിടെ കാണാം ആ ജനം പിന്നെയും ദൈവത്തെ വിട്ടുമാറി. ജനം പിന്നെയും ദൈവത്തെ വിട്ടുമാറി. ദൈവം ഒരുത്തനെ എഴുന്നേൽപ്പിച്ചു, കുറച്ച് നാളൊക്കെ അവിടെ പിടിച്ചു നിന്നു. അവൻ പോയതോടുകൂടി പിന്നെയും ജനം പിന്മാറി. അപ്പോൾ അങ്ങനെ ഒരു കാലത്തിലേക്കാണ് വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പോലെ പറയുകയാണ്, ഡ്യൂറിങ് ദ ഡേയ്സ് ഓഫ് ജോഷുവ ദ ഹോൾ ഇസ്രായേൽ വർഷിപ്ഡ് സെർവ്ഡ് ഗോഡ്. അപ്പം യോശുവയുടെ കാലത്തൊക്കെയും അവർ ദൈവത്തെ സേവിച്ചു എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു യാത്രയയപ്പ് സന്ദേശം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കാര്യം കൂടി പറയാതെ പോകാൻ പറ്റുമോ? 32-ാം വാക്യം. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്നും കൊണ്ടുപോകുന്ന യോസെഫിന്റെ അസ്ഥികളെ അവർ അസ്ഥികളെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. എടുത്തോണ്ട് പോകുന്നെന്നും പിന്നെ നമ്മളതൊക്കെ മറന്നുപോയി. പക്ഷെ അവർ മറന്നിട്ടില്ല, ദൈവം മറന്നിട്ടില്ല. അസ്ഥികൾക്ക് എന്ത് സംഭവിച്ചു? അസ്ഥികൾ അവർ ശെഖേമിൽ, യാക്കോബ് ശെഖേമിന്റെ അപ്പനായ ഹാമോരിന്റെ മക്കളോട് 100 വെള്ളിക്കാശിന് വാങ്ങിയിരുന്ന നിലത്ത് അടക്കം ചെയ്തു. അത് യോസഫിന്റെ മക്കൾക്ക് അവകാശമായി തീർന്നു. അഹരോന്റെ മകൻ എലയാസർ മരിച്ചു. അവനെ അവന്റെ മകനായ ഫിനെഹാസിനെ എഫ്രൈം പർവ്വതത്തിൽ കൊടുത്തിരിക്കുന്ന കുന്നിൽ അടക്കം ചെയ്തു. അപ്പം ഇവിടെ കുറേ അടക്കം ചെയ്തുകൊണ്ട് കേട്ടോ. 30-ാം വാക്യം അടക്കം ചെയ്തു, 32-ാം വാക്യം അടക്കം ചെയ്തു, 33-ാം വാക്യം അടക്കം ചെയ്തു. അപ്പോൾ കുറേ കാര്യങ്ങളെയൊക്കെ അടക്കി എന്നിട്ടാണ് ഈ പുസ്തകം ക്ലോസ് ചെയ്തേക്കുന്നത്. അപ്പം ഈ തലമുറ മുഴുവൻ മരിച്ച് അടക്കപ്പെട്ടു. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പുസ്തകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാലം പിന്നെയും നമ്മൾ നേരത്തെ വായിച്ച പോലെ ഏറെക്കാലം കഴിഞ്ഞിട്ട് കുറേ കാലം കൂടെ മുമ്പോട്ട് പോയപ്പോൾ ദൈവത്തെയൊക്കെ വിട്ട് ജനം വേറെ തരത്തിലൊക്കെ പോകുവാനും ഈ വാഗ്ദത്ത ദേശത്ത് എത്തിയ ജനം പിന്നെയും വേറൊരു തരത്തിൽ അധപ്പതിക്കാനും ഒക്കെ തുടങ്ങുന്നു. അപ്പോൾ ദൈവം എന്ത് ചെയ്തു എന്നുള്ള കാര്യമാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ യോശുവയുടെ പുസ്തകം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. പൂർണ്ണമായിട്ടല്ല, ഏകദേശം മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. അവർ ദേശത്തേക്ക് പ്രവേശിച്ചു, ശത്രുക്കളെ ജയിച്ചു, സ്ഥലം അവർ വീതിച്ച് എടുത്തു. യോശുവ അവരെ കൊണ്ട് ചില പ്രതിജ്ഞകളൊക്കെ എടുപ്പിച്ചു, ദൈവത്തോടൊരു നിയമം ചെയ്യിപ്പിച്ചു, ദൈവത്തെ സേവിക്കും എന്ന് ഉറപ്പാക്കി. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, നിങ്ങളാരെ സേവിക്കുമെന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തു കൊള്ളുവീൻ. ദൈവം വാഗ്ദാനം ചെയ്ത ഒന്നും ദൈവം ചെയ്യാതിരുന്നില്ല. എല്ലാ നന്മകളും എല്ലാ കാര്യങ്ങളും ദൈവം ഏറ്റവും കൃത്യമായിട്ട് നിർവഹിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്കും പലർക്കും അത് പറയാനായിട്ട് സാധിക്കും. ദൈവം നമ്മളോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അവൻ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ കൈവശപ്പെടുത്താത്തതും ചെയ്യാത്തതുമായിട്ടുള്ള അനേകം കാര്യങ്ങൾ ഇനിയും ബാക്കി കിടക്കുകയാണ്. അപ്പം ദേശം ഇനിയും നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ്. താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ സ്ഥലങ്ങൾ നമുക്ക് വെട്ടിപ്പിടിച്ച് ഒരു വലിയ സാമ്രാജ്യം നമുക്ക് വേണ്ടിയല്ല കേട്ടോ,
കർത്താവിന് വേണ്ടി ഒരു വലിയ രാജ്യം, നിൻ്റെ രാജ്യം വരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ രാജ്യം വിസ്തൃതമാകുവാൻ തക്ക വേണം ഈ ദേശത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളത് യോശുവയുടെ പുസ്തകം നമ്മളെ ചിന്തിപ്പിക്കട്ടെ. യോശുവയുടെ കാലത്തൊക്കെയും ജനം ഇസ്രായേൽ ദൈവത്തെ സേവിച്ചു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന തലമുറയിൽ അനേകരെ ദൈവത്തെ സേവിക്കുവാൻ പ്രേരിപ്പിക്കുന്നവരായി തീരുവാൻ ഈ പുസ്തക പഠനം നമ്മളെ ദൈവം സഹായിക്കട്ടെ, പ്രേരിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെയും ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. യോശുവയുടെ പുസ്തകം കർത്താവ് പഠിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാക്കിയല്ലോ. കർത്താവ്, ഞങ്ങളുടെ ഏറ്റവും ചെറുതാണെന്ന് ഞങ്ങൾ കരുതുന്ന വീഴ്ചകൾ പോലും, പാപങ്ങൾ പോലും ദൈവം വളരെ ഗൗരവമായി കാണുന്നു എന്ന് ഞങ്ങൾ കണ്ടു. കർത്താവ്, അതുകൊണ്ട് ഞങ്ങൾ പാപത്തെ ഗൗരവമായി കാണുവാനും അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുവാനും കർത്താവിൻ്റെ കരുണയെ പ്രാപിക്കുവാനും വാഗ്ദത്ത ദേശത്ത് ഞങ്ങൾക്ക് കർത്താവെ തല ഉയർത്തി നോക്കിയിട്ട് അവകാശപ്പെടുത്തുവാനുള്ളതൊക്കെയും കർത്താവ് അവകാശപ്പെടുത്തുവാനും ഞങ്ങൾക്ക് തന്ന വാഗ്ദാനത്തിനായിട്ട് സ്തോത്രം. ദേശത്തെയും സ്വസ്ഥതയെയും ശത്രുക്കളെയും ഒക്കെ ഞങ്ങളുടെ കയ്യിൽ കർത്താവ് തരുന്ന ഒരു ദൈവം ഞങ്ങൾക്ക് മുമ്പേ ഉള്ളതുകൊണ്ട്, അവൻ ഞങ്ങൾക്ക് മുമ്പേ പോയി ഞങ്ങളുടെ യുദ്ധങ്ങളെ നടത്തുന്നതുകൊണ്ട് നിന്നിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ഞങ്ങളെ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നിന്നെ സേവിക്കും എന്ന ഉറച്ച തീരുമാനത്തോടെ മടങ്ങിപ്പോകുവാനും ഞങ്ങളോട് കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും കൃത്യമായി നിർവഹിപ്പാൻ തക്കവണ്ണം തീഷ്ണതയും ഉറപ്പും നിശ്ചയമുള്ളവരായിരിക്കാൻ തക്കവണ്ണം വചനം കേട്ട എല്ലാ ഹൃദയങ്ങളെയും കർത്താവെ വചനത്തെ പരിശുദ്ധാത്മാവിനാൽ ഉറപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും കർത്താവിന് കരയേറ്റുന്ന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.